1969 ജൂലൈ 4 തീയതി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലെ വലേഹോ പട്ടണത്തിലുള്ള ടെറിസ് റെസ്റ്റോറൻറ്റിൽ വെയിട്രസ് ആയിട്ട് ജോലി നോക്കുന്ന ഒരു യുവതിയാണ് ഡാർലിൻ ഫെറിൻ. 22 വയസ്സിനിടയ്ക്ക് 2 വട്ടം വിവാഹം കഴിച്ചിരുന്നു ഡാർലിൻ. ജെയിംസ് ക്രാപ്ട്രി എന്നൊരാളുമായിട്ട് ആദ്യം നടന്ന വിവാഹം അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സിൽ കലാശിച്ചു. രണ്ടാമത് വിവാഹം കഴിച്ച ഡീൻ ഫെറിനുമായിട്ടും അത്ര രസത്തിലല്ല ഡാർലിൻ. ഡീനുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുന്ന ഡാർലിൻ ആയുടെ മാത്രം പരിചയപ്പെട്ട മൈക്ക് മാഗ്യൂ എന്നൊരു 18-കാരനുമായിട്ട് കടുത്ത പ്രണയത്തിലാണ്. അന്നേ ദിവസം നേരം ഏതാണ്ട് പാതിരാത്രിയോട് അടുത്തായപ്പോൾ ഡാർലിൻ പയ്യെ മൈക്കിന്റെ വീട്ടിലേക്ക് ഇറങ്ങി. അവനെയും കൊണ്ടൊരു ഡ്രൈവിന് പോകാനായിരുന്നു ഡാർലിൻ്റെ പ്ലാൻ. ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഏറെക്കുറെ ശാന്തമായിരിക്കുകയാണ് അന്ന് വലേഹോ പട്ടണം. അവിടെ ബ്ലൂ റോക്ക് സ്പ്രിങ്സ് പാർക്ക് എന്ന പേരിൽ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് കാമുകന്മാർക്ക് ഒറ്റയ്ക്കിരുന്ന് സല്ലപിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവരുടെ കാർ അതിൻ്റെ ഗേറ്റും താണ്ടി അകത്തേക്ക് പോയി. അവിടെ ആ പാർക്കിൻ്റെ ചരല് നിറഞ്ഞ പാർക്കിംഗ് ലോട്ടിൽ കാർ നിർത്തിയിട്ട് അവർ അതിനുള്ളിൽ ഒരല്പനേരം തമ്മിൽ മിണ്ടിയും പറഞ്ഞു നോക്കിയിരുന്നു. ആ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ലോട്ടിൽ അന്നേരം അവരുടെ കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏതാനും മിനിറ്റുകൾ പിന്നിട്ടതും ഹൈവേയിൽ നിന്ന് മറ്റൊരു കാർ ചീറി പാഞ്ഞു വന്ന് അതേ പാർക്കിംഗ് ലോട്ടിനകത്തേക്ക് കയറി. ആ കാർ ഇങ്ങനെ പാഞ്ഞരച്ചു വന്ന് അവരുടെ കാറിൻ്റെ തൊട്ടടുത്തായിട്ട് വന്ന് മുരണ്ടുകൊണ്ട് നിൽപ്പായി. മൈക്ക് തൻ്റെ റിയർവ്യൂ മിററിലൂടെ ആ കാറിനെ ഒന്ന് എത്തി നോക്കുന്നുണ്ട്. ഒന്നുകിൽ അതൊരു ഫോർഡ് മസ്റ്റാങ് അല്ലെങ്കിൽ ഒരു ഷെവർലെ കോവെയർ ആയിരിക്കുമെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. ഇരുട്ടിൽ ആ കാറിൻ്റെ മോഡൽ ഏതാണെന്ന് മൈക്കിന് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്നാൽ അടുത്ത നിമിഷം അവിടെ ഏറെ അവിചാരിതമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നു. ലൈറ്റ് ബ്രൗൺ നിറമുള്ള ആ കാറിൽ നിന്ന് ഒരു അപരിചിതൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അയാളുടെ കയ്യിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതും മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഇവിടെ കാറിൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു. ആ വരുന്നത് ചിലപ്പോൾ ഒരു പോലീസുകാരനാകാൻ സാധ്യതയുണ്ട് എന്ന് മൈക്കിന് തോന്നി. അവൻ തൻ്റെ ID കാർഡിന് വേണ്ടി പോക്കറ്റിൽ കൈയിട്ട് തപ്പി. ഒപ്പം ഡാർലിനോടും തൻ്റെ ID എടുക്കാൻ അവൻ ആവശ്യപ്പെട്ടു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ID കാർഡ് തിരയുന്നതിനിടയ്ക്ക് ഫ്ലാഷ് ലൈറ്റുമായിട്ട് ആ അപരിചിതൻ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തെത്തി. ജനലിലൂടെ അയാൾ അകത്തേക്ക് ആ ഫ്ലാഷ് ലൈറ്റ് പായിച്ചു. നിമിഷ നേരത്തെ നിശബ്ദതയാണ്. പിന്നെ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല. പിന്നീട് ഒരക്ഷരം പോലും മിണ്ടാതെ അയാൾ പോക്കറ്റിൽ നിന്നൊരു കൈത്തോക്ക് പുറത്തേക്ക് എടുക്കുന്നു. ആ കാറിൻ്റെ ചില്ല് തുളച്ചുകൊണ്ട് ഒന്നിനു പിന്നാലെ ഒന്നായി 5 വെടിയുണ്ടകൾ. കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ മൈക്കിനും ഡാർലിനും വെടിയേൽക്കുന്നു. ഡാർലിൻ തൽക്ഷണം മരിച്ചു പോകുന്നു. മൈക്ക് അവിടെ കിടന്ന് മരണത്തോട് മല്ലിടുകയാണ്. രണ്ടുപേരും മരിച്ചു എന്ന് കരുതി ഈ അപരിചിതൻ തിരിച്ച് തൻ്റെ കാറിനടുത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും പക്ഷേ കാറിനുള്ളിൽ കിടന്ന് പെടയുകയായിരുന്ന മൈക്കിൻ്റെ തൊണ്ടയിൽ നിന്ന് അടക്കി വയ്ക്കാനാവാത്ത ഒരു ഞരക്കം പുറപ്പെട്ടു. ഈ ശബ്ദം കേട്ടപ്പോൾ കൊലയാളി തിരികെ വന്നു. ചോരയിൽ കുളിച്ചു കിടന്ന തൻ്റെ ഇരകൾ രണ്ടുപേർക്കും നേരെ ഈ 2 വെടിയുണ്ടകൾ കൂടി പായിച്ച ശേഷം അയാൾ കാറിൽ കയറി സ്ഥലം വിട്ടു. രാത്രി ഇരുളിൻ്റെ മറവിൽ ഇങ്ങനെയൊരു സംഭവം നടന്ന് കൃത്യം 45 മിനിറ്റിന് ശേഷം വലേഹോ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈൻ ഒന്ന് ശബ്ദിക്കുന്നു. എനിക്കൊരു ഡബിൾ മർഡർ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. കൊളംബസ് പാർക്ക് വേയിൽ 1 മൈൽ കിഴക്കോട്ട് പബ്ലിക് പാർക്ക് വഴിക്ക് പോയാൽ ചാരനിറത്തിലുള്ളൊരു കാറിൽ 2 പിള്ളേരുടെ ജഡം നിങ്ങൾക്ക് കാണാം. ഒരു 9mm ലൂഗർ പിസ്റ്റളിൽ നിന്നുള്ള വെടിയുണ്ടകളാണ് അവരുടെ ജീവൻ അപഹരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ 2 പിള്ളേരെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഗുഡ് ബൈ. ഇത്രയുമായിരുന്നു ടെലിഫോൺ ഓപ്പറേറ്ററെ ഞെട്ടിച്ചു കളഞ്ഞ ആ ഫോൺ സന്ദേശം. ആ ഫോൺ കോളിൻ്റെ അവസാന ഭാഗത്ത് അയാൾ പറഞ്ഞത് കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട ബെറ്റി ലവ് ജോൺസൺ, ഡേവിഡ് ഫാരഡേ എന്നീ ചെറുപ്പക്കാരെ പറ്റിയാണ്. ബ്ലൂ റോക്ക് സ്പ്രിംഗ് പാർക്കിൽ നടന്ന ആ വെടിവെപ്പിൽ മൈക്ക് മാഗ്യൂ എന്ന യുവാവ് മരണാസന്നനായിരുന്നുവെങ്കിലും പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അയാൾക്ക് മൊഴി കൊടുക്കാനും മാത്രമുള്ള സ്വബോധം അവശേഷിച്ചിരുന്നു. കഷ്ടിച്ച് 6 അടി ഉയരമുള്ള 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു വെള്ളക്കാരൻ. ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള അയാൾക്ക് വട്ടമുഖവും ബ്രൗൺ കളർ തലമുടിയും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയ അക്രമി ഒരു ഡിമാൻഡ് പോലും ഉന്നയിക്കുകയോ ഒരക്ഷരം പോലും മിണ്ടുകയോ ഉണ്ടായിട്ടില്ല. മൈക്ക് ഈ ആക്രമിയെക്കുറിച്ച് കൊടുത്ത വിവരങ്ങളുടെ ബലത്തിൽ പോലീസ് അയാളുടെ ഒരു ഏകദേശ രൂപം വരച്ചുണ്ടാക്കി. പിന്നീട് അങ്ങോട്ട് ആ കൊലയാളിയിൽ നിന്ന് പോലീസിനെയും പത്രക്കാരെയും തേടിയെത്തിയ ഏറെ ക്രിപ്റ്റിക് എന്ന് തന്നെ പറയാവുന്ന നിരവധി കത്തുകൾ അയാൾക്ക് വല്ലാത്തൊരു അമാനുഷിക പരിവേഷം തന്നെ പകർന്നു കൊടുത്തു. മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ ആ അക്രമി സ്വയം വിശേഷിപ്പിച്ച പേര് പിന്നീട് ആ മനുഷ്യൻ്റെ തന്നെ അടയാളമായിട്ട് മാറി: സോഡിയാക്. 1960കളുടെ അവസാനത്തിൽ സോഡിയാക് എന്ന സ്വയം പ്രഖ്യാപിത നാമത്തിൽ അമേരിക്കയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ അജ്ഞാതനായൊരു സീരിയൽ കില്ലർ
ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി പേരെ കൊന്നു തള്ളിയതിൻ്റെ കഥ. ഓരോ ആക്രമണത്തിനും പിന്നാലെ അതിസങ്കീർണമായ രഹസ്യ കോഡ് സന്ദേശങ്ങൾ അയച്ചുവിട്ട് അയാൾ പോലീസിനെയും ഭരണകൂടത്തെയും ഒരുപോലെ വട്ടം ചുറ്റിച്ചതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 60കളിലെ അമേരിക്കയിലെ 2 ചെറുപ്പക്കാർ. ഒരാൾ ബെറ്റി ലവ് ജോൺസൺ എന്ന 16 വയസ്സുകാരി, കൊളറാഡോ സ്വദേശി, ഹോഗൻ ഹൈസ്കൂളിലെ ജൂനിയർ ഓണർ സ്റ്റുഡൻറ്, ക്രിസ്ത്യൻ സയൻസ് ചർച്ചിലെ സജീവാംഗം. രണ്ടാമത്തെ ആൾ ഡേവിഡ് ഫാരഡെ, വയസ്സ് 17, കാലിഫോർണിയയിലെ സാൻ റാഫേൽ സ്വദേശി, വലഹോ ഹൈസ്കൂളിലെ സീനിയർ സ്റ്റുഡൻ്റ് ആണ്. സ്കൂളിലെ സ്റ്റുഡൻറ് പാർലമെൻറ്റിൽ ആക്റ്റീവാണ് അവൻ. ഗുസ്തി ടീമിലും അവനുണ്ട്. ഒരു ഈഗിൾ സ്കൗട്ടാണ് ഈ പയ്യൻ. സ്കൗട്ടിങ്ങിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗോൾഡൻ കൺട്രി അവാർഡ് അടുത്തിടെ അവനെ തേടി വന്നിരുന്നു. അവനും ഹൈലി റിലീജിയസ് ആയിരുന്നു. എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ അവൻ ചർച്ചിൽ മാസിന് പോകുമായിരുന്നു. ഒരർത്ഥത്തിൽ 60കളിലെ അമേരിക്കയിൽ കുട്ടികളെ എങ്ങനെ നല്ല കുട്ടികളായിട്ട് വളർത്തി വലുതാക്കാമോ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. പൈത്യൻ കാസിലിൽ വെച്ച് നടന്ന ഒരു പള്ളി പരിപാടിക്കിടയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അവിടെ നടക്കാനിരുന്ന ഒരു വലിയ മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ടി ഹോൾ അലങ്കരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും. പ്രഥമ ദർശനത്തിലെ പ്രണയം എന്നൊക്കെ നമ്മൾ സിനിമകളിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് അന്ന് അവിടെ അവർക്കിടയിൽ അരങ്ങേറിയത്. വളരെ ഇമ്മീഡിയറ്റ് ആയിരുന്നു അവർക്കിടയിലെ കണക്ഷൻ എന്നർത്ഥം. ചുറ്റുമുള്ള സകലതിനെയും വിസ്മരിച്ചുകൊണ്ടുള്ള ഏറെ കാൽപ്പനികമായിട്ടുള്ളൊരു പ്രേമം എന്നൊക്കെ പറയാം. ഒരാഴ്ച അതിങ്ങനെ പൂത്തുലഞ്ഞ ശേഷം സ്വന്തം ചേച്ചിയുടെ ഉപദേശം മാനിച്ച് ബെറ്റി ഡേവിഡിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരു ഫാമിലി ഡിന്നർ. അതിൽ വെച്ച് തൻ്റെ ബോയ് ഫ്രണ്ടിനെ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുത്തണം. ആ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി 1968 ഡിസംബർ 20 ഡേവിഡ് ബെറ്റിയുടെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ കുടുംബത്തെ പരിചയപ്പെടുന്നു. അവളുടെ അച്ഛന് ഏറെ ഊഷ്മളമായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അമ്മയോട് തന്നാലാവും വിധത്തിലൊക്കെ കുശലം പറഞ്ഞു നോക്കുന്നു. ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ ഡേറ്റിൽ എങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമോ അതൊക്കെയും അവൻ ചെയ്തൊപ്പിച്ചു. ഡിന്നർ കഴിഞ്ഞ ശേഷം യുവമിഥുനങ്ങൾ ഒരുമിച്ച് ഒരു ഡ്രൈവിനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നൊരു 2 ബ്ലോക്ക് അപ്പുറം കിടക്കുന്ന ബെറ്റിയുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം. ശേഷം ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ മുഖം കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് 11 മണി എന്ന ഡെഡ് ലൈനിന് മുമ്പായിട്ട് ബെറ്റിയെ ഡേവിഡ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും എന്നായിരുന്നു ധാരണ. പക്ഷേ വീട്ടിൽ പറഞ്ഞ 2 സ്ഥലത്തേക്കും എന്തായാലും ബെറ്റിയും ഡേവിഡും പോകുന്നില്ല. പകരം ഏതാണ്ട് 8:30 മണിയോടെ അവർ ബെറ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷെറോണിൻ്റെ വീട്ടിലെത്തുന്നു. അവർ 3 പേരും ഏതാണ്ട് അരമണിക്കൂറോളം നേരം അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 9 മണിയോടെ സാൻ ഫ്രാൻസിസ്കോയ്ക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും ഷെറോണിൻ്റെ വീട്ടിൽ നിന്ന് ബൈ പറഞ്ഞിറങ്ങുന്നു. എന്നാൽ അവർ 2 പേരും ആ വഴിക്കുമല്ല പിന്നെ പോകുന്നത്. സിറ്റിയിലേക്ക് വണ്ടി തിരിക്കുന്നതിന് പകരം അവർ വെച്ചുപിടിക്കുന്നത് ലേക്ക് ഹെർബൻ റോഡിലേക്കാണ്. പ്രദേശത്തെ കാമുകന്മാർ ഒരല്പം പ്രൈവസിക്ക് വേണ്ടി വെച്ചുപിടിക്കുന്ന ആളൊഴിഞ്ഞ ഒരിടമായിരുന്നു അത്. ആ തടാകം എത്തുന്നതിന് മുമ്പുള്ള ചരൽപാതയിൽ വണ്ടി നിർത്തി അവർ ഒരല്പം നേരം ആ വണ്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുന്നു. അവിടെ വെച്ച് അവരെ ആരോ സമീപിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ആളൊഴിഞ്ഞ ആ ഇടത്ത് വെച്ച് അവർ ആക്രമിക്കപ്പെട്ടു. ഈ കേസിൽ പിന്നീട് ഇൻവോൾവ് ആയിട്ടുള്ള സൊളാനോ കൗണ്ടി ഷെരീഫ് ഡിറ്റക്റ്റീവ് ലെൻ ബ്ലാഡിൻ്റെ റിപ്പോർട്ടിൽ കാണുന്ന നിഗമനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. തൂക്കു ചൂണ്ടി അക്രമി ആദ്യം തന്നെ അവരോട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. പാസഞ്ചർ സൈഡിൽ നിന്ന് ആദ്യം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ബെറ്റിയാണ്. പിന്നാലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡേവിഡും ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇറങ്ങിയ വഴിക്ക് തന്നെ ഡേവിഡിന് വെടികൊള്ളുന്നു. കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബെറ്റിക്ക് പിന്നിൽ നിന്നാണ് വെടികൊള്ളുന്നത്. ഇവർ 2 പേരുടെയും ദേഹത്ത് കണ്ട വെടിയേറ്റ മുറിവുകളെ അതിസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കാറിന് ചുറ്റും പതിഞ്ഞിരുന്ന കാൽപ്പാടുകൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിന് സമീപത്തായിട്ട് നിലത്ത് വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ ഡേവിഡിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഗൺഷോട്ട് വൂണ്ടുകളെല്ലാം തന്നെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നുള്ളവയായിരുന്നു. പക്ഷേ ബെറ്റിയുടെ കേസിൽ അതങ്ങനെ ആയിരുന്നില്ല. ഒരു വെടിയുണ്ട മാത്രം അടുത്തു നിന്നും ബാക്കിയുള്ളവ വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്നുമാണ് ഏറ്റിരുന്നത് എന്ന് ബെറ്റിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ഓട്ടോപ്സി റിപ്പോർട്ടിൽ വെടിയേറ്റുണ്ടായ മുറിവുകളുടെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരണങ്ങളും ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ കേസിൽ ഇടത്തെ ചെവിക്ക് തൊട്ടു പിന്നിലായിട്ട് തുളച്ചു കയറിയ ഒരു വെടിയുണ്ടയാണ് മരണകാരണം. ബെറ്റിക്കേറ്റ വെടിയുണ്ടകളിൽ 3 അവളുടെ വലത്തെ ശ്വാസകോശം തുളച്ച് പുറത്ത് കടന്നിട്ടുണ്ട്. ഒരെണ്ണം ഇടത്തെ ശ്വാസകോശം തകർത്തുകൊണ്ടും പുറത്തിറങ്ങി. 5ാമതൊരെണ്ണം അവളുടെ കരളും വൃക്കയും തുളച്ചുകൊണ്ട് കടന്നുപോയി. തികഞ്ഞ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് കില്ലർ വെടിയുതിർത്തിട്ടുള്ളത് എന്ന് ഇൻവെസ്റ്റിഗേറ്റർമാർ നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നുകിൽ സ്ഥിരമായി ടാർഗറ്റ് പ്രാക്ടീസ് നടത്തുന്ന ഒരു സിവിലിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിലിറ്ററി വെറ്ററനാണ് കൊലയാളി എന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ നിഗമനം. കേസന്വേഷിച്ച ഡിറ്റക്റ്റീവ് ലെൻ ബ്ലാഡ് തൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ എഴുതി വച്ചിരുന്നത് ദിസ് ഇൻഡിവിജ്വൽ ന്യൂ എക്സാക്ട്ലി വാട്ട് ഹി വാസ് ഡൂയിങ് എന്നാണ്. അതായത് താൻ ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യാൻ അറിയുന്ന ആരോ ആണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നർത്ഥം. 1969 ജൂലൈ 31 ബേ ഏരിയയിലെ 3 പ്രധാന പത്രങ്ങൾക്ക്, അതായത് വലേഹോ ടൈംസ് ഹെറാൾഡ്,
ദ സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ, ദ സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്നീ പത്രങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓരോ കത്തുകൾ വീതം അയച്ചു കിട്ടുന്നു. വലഹോയിൽ നടന്ന 2 ഷൂട്ടിങ്ങുകളുടെയും ഉത്തരവാദിത്തം ആ കത്തുകൾ അയച്ചയാൾ ഏറ്റെടുത്തു. 3 കത്തുകളും പിന്നീട് പോലീസ് കൈയക്ഷര പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 3 എഴുതിയിട്ടുള്ളത് ഒരാളാണ് എന്ന് മനസ്സിലായി. എന്നാൽ 3 കത്തുകളിലും സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ മനഃപൂർവ്വം തെറ്റിച്ചെഴുതിയ പോലെയുണ്ട്. 3 കത്തുകളും തുടങ്ങുന്നത് ഏകദേശം ഒരുപോലെയാണ്. ഡിയർ എഡിറ്റർ, കഴിഞ്ഞ ക്രിസ്മസിന് ലേക്ക് ഹെർമൻ പരിസരത്ത് വെച്ച് 2 ടീനേജർമാരെയും ജൂലൈ 4-ാം തീയതിയിൽ വലഹോ ഗോൾഫ് കോഴ്സിന് സമീപം ഒരു പെൺകുട്ടിയെയും കൊന്നു തള്ളിയത് ഞാൻ തന്നെയാണ്. കൊന്നത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യം വരാൻ വേണ്ടി മാത്രം എനിക്കും പോലീസ് അന്വേഷകർക്കും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പുറത്തുവിടാൻ പോകുന്നു. ക്രിസ്മസ്, ബ്രാൻഡ് നെയിം ഓഫ് ആമോ സൂപ്പർ എക്സ്. അതായത് ക്രിസ്മസ് ഡബിൾ മെഡൽ ഉപയോഗിക്കപ്പെട്ട അമ്യൂണിഷൻ അഥവാ വെടിയുണ്ടകൾ സൂപ്പർ എക്സ് എന്ന ബ്രാൻഡാണ്. 10 ഷോട്ട്സ് വർ ഫയർഡ്. ആകെ മൊത്തം 10 റൗണ്ട് വെടിയുതിർത്തിട്ടുണ്ട്. ദ ബോയ് വാസ് ഓൺ ഹിസ് ബാക്ക് വിത്ത് ഹിസ് ഫീറ്റ് ടു ദ കാർ. അതായത് ആ പയ്യൻ വെടിയേറ്റ് കടന്നിരുന്നത് മലന്നാണ്. അവൻ്റെ ഒരു കാൽ കാറിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ദ ഗേൾ വാസ് ഓൺ എ റൈറ്റ് സൈഡ് ഫീറ്റ് ടു ദ വെസ്റ്റ്. കൊല്ലപ്പെട്ട പെൺകുട്ടി അവളുടെ വലതുവശത്തായി കാൽ പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് കടന്നിരുന്നത്. 4th ജൂലൈ മർഡർ. ഗേൾ വാസ് വെയറിംഗ് പാറ്റേൺ സ്ലാക്സ്. പെൺകുട്ടി ധരിച്ചിരുന്നത് ഒരു പ്രത്യേകതരം പാറ്റേൺ ഉള്ള പാൻറ്റാണ്. ദ ബോയ് വാസ് ഓൾസോ ഷോട്ട് ഇൻ ദ നീ. ആ വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ പയ്യൻ്റെ കാൽമുട്ടിലും വെടിയേറ്റിട്ടുണ്ട്. ബ്രാൻഡ് നെയിം ഓഫ് ആമോ വാസ് വെസ്റ്റേൺ. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചുള്ള അമ്യൂണിഷൻ അഥവാ വെടിയുണ്ട വെസ്റ്റേൺ എന്ന ബ്രാൻഡിൻ്റേതായിരുന്നു. പോലീസിന് മാത്രം അറിയാവുന്ന ഈ വിശദാംശങ്ങൾക്ക് പുറമെ ആ കില്ലർ ഈ പറഞ്ഞ 3 പത്രങ്ങൾക്കും കോഡ് ഭാഷയിലുള്ള ഒരു സന്ദേശത്തിൻ്റെ ഓരോ ഭാഗം വീതം അയച്ചു കൊടുത്തു. 8 വരിയിൽ ഇംഗ്ലീഷ് ആൽഫബറ്റുകളും ഗ്രീക്ക് സിംബലുകളും മോഴ്സ് കോഡും വെതർ സിംബലുകളുമൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് വെച്ചതായിരുന്നു ഓരോ പാട്ടും. 3 ഭാഗങ്ങളും ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ആ രഹസ്യ സന്ദേശം അഥവാ സൈഫർ പൂർത്തിയാകുന്നത്. ആകെ മൊത്തം 408 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്ന ഈ സൈഫർ പിന്നീട് അങ്ങോട്ട് Z408 എന്ന പേരിൽ അറിയപ്പെട്ടു. കോഡ് സന്ദേശം എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച ഒരു ഇൻസ്ട്രക്ഷൻ കൂടി ഈ കത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ഈ സൈഫർ നിങ്ങളുടെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ പ്രസിദ്ധീകരിക്കണം. ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ, അതായത് 1969 ഓഗസ്റ്റ് 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ സൈഫർ ഞാൻ പറഞ്ഞ പോലെ അച്ചടിച്ചില്ല എങ്കിൽ ഞാൻ അന്ന് രാത്രി ഒരു കൂട്ടക്കൊല തന്നെ നടത്തിയെന്നിരിക്കും. ആ വീക്കെൻഡ് മുഴുവൻ ഞാൻ രാത്രി തെരുവിൽ ചുറ്റിക്കറങ്ങി എൻ്റെ കൺമുന്നിൽ ഒറ്റയ്ക്ക് വന്നുവിടുന്ന എല്ലാവരെയും കൊന്നു തള്ളും. തുടങ്ങിയാൽ പിന്നെ ഒരു ഡസൻ ഡെഡ് ബോഡി തികഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ നരമേധം അവസാനിപ്പിക്കൂ. ഇങ്ങനെയൊരു കത്തും സൈഫറിൻ്റെ ഒരു ഭാഗവും കിട്ടിയ പാടെ വലഹോ ടൈംസ് ഹെറാൾഡും സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളും തൊട്ടടുത്ത ദിവസത്തെ എഡിഷനിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഇതേ സൈഫറും കത്തും കിട്ടിയ സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ പത്രാധിപർക്ക് ആ സന്ദേശം കൊലയാളിയിൽ നിന്ന് തന്നെ വന്നതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം തോന്നിയതുകൊണ്ട് അയാളത് പ്രസിദ്ധീകരിക്കാതെ 2 ദിവസം കൂടി ഹോൾഡ് ചെയ്തു. ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച അവരും ആ സൈഫറിൻ്റെ 3-ാം ഭാഗവും കത്തുമൊക്കെ അച്ചടിച്ചു. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഈ 3 കത്തുകളും കൊലയാളി തന്നെ എഴുതിയതാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ള വലഹോ പോലീസ് ചീഫ് ജാക്കി സ്റ്റിൽസിൻ്റെ പ്രസ്താവന കൂടി സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ പത്രം അച്ചടിച്ചിരുന്നു. കൊലയാളിയെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ച് തന്നെയാണ് അങ്ങനെ ഒരു പരാമർശം വന്നവർ തങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുന്നത്. എന്തായാലും അവർ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു. കൊലയാളി ഇതിനോട് പ്രതികരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ പത്രാധിപരെ തേടി കില്ലറുടെ അടുത്ത കത്ത് വരുന്നു. ആ കത്തിൽ ആദ്യമായിട്ട് കില്ലർ തനിക്കൊരു പേര് ചാർത്തി കൊടുക്കുന്നുണ്ട്, സോഡിയാക്. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഡിയർ എഡിറ്റർ, ദിസ് ഈസ് സോഡിയാക് സ്പീക്കിംഗ്. ആ കത്തിൽ പോലീസ് ചീഫിൻ്റെ മുൻ പരാമർശങ്ങൾക്കുള്ള മറുപടി എന്നോണം 2 ആക്രമണങ്ങളെയും പറ്റിയുള്ള വിശദമായിട്ടുള്ള വർണ്ണനകൾ കൊലയാളി ഉൾപ്പെടുത്തിയിരുന്നു. മൈക്കൽ മഗ്യൂവിന് എങ്ങനെയാണ് വെടിയേറ്റത് എന്നതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിവരണങ്ങൾ അതിലുണ്ടായിരുന്നു. ലേക്ക് ഹെർമൻ അറ്റാക്കിൽ തൻ്റെ തോക്കിനോട് ചേർത്തൊരു ഫ്ലാഷ് ലൈറ്റ് എങ്ങനെയാണ് ടേപ്പ് ചെയ്ത് വെച്ചത് എന്നും അയാൾ വിശദമായിട്ട് എഴുതി. സൈഫറിനെ കുറിച്ച് പറഞ്ഞ് അയാൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. വെൻ ദേ ഡു ക്രാക്ക് ഇറ്റ് ദേ വിൽ ഹാവ് മീ. കോഡ് എങ്ങാനും ക്രാക്ക് ചെയ്താൽ എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ടാകും. പറ്റുമെങ്കിൽ ക്രാക്ക് ചെയ്ത് കാണിക്കുക എന്നായിരുന്നു ആ പ്രകോപനം. ഇങ്ങനെയൊരു ഗൂഢസന്ദേശത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതോടെ FBI-യും CIA-യും അത് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി തങ്ങളുടെ ഏറ്റവും മികച്ച ക്രിപ്റ്റോഗ്രാഫർമാരെ തന്നെ അന്ന് നിയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഈ സൈഫർ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓഗസ്റ്റ് 5-ാം തീയതി നോർത്ത് സാലിനാസിൽ നിന്നുള്ള അധ്യാപക ദമ്പതികളായിട്ടുള്ള ഡൊണാൾഡ് ഹാർഡൻ, ബെറ്റി ഹാർഡൻ എന്നിവരിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ പത്രത്തിന് ഒരു ഫോൺ ചെല്ലുന്നു. അവർക്ക് പറയാനുണ്ടായിരുന്നത് പത്രത്തിൽ അച്ചടിച്ചു വന്ന സൈഫർ തങ്ങൾ സോൾവ് ചെയ്തു എന്നായിരുന്നു. പസിൽ പ്രേമികളായിട്ടുള്ള ആ അധ്യാപകർ വെറുമൊരു രസത്തിനാണ് പത്രത്തിൽ വന്ന സൈഫർ ക്രാക്ക് ചെയ്യാനുള്ള ശ്രമം തുടങ്ങുന്നത്. ആ ശ്രമത്തിൽ കാര്യമായൊരു ബ്രേക്ക് ത്രൂ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ബെറ്റിയായിരുന്നു. കൊലയാളി വല്ലാതെ അറ്റൻഷൻ ക്രേവിംഗ് ഉള്ള ആളായതുകൊണ്ട് അയാൾ തൻ്റെ സൈഫർ സന്ദേശം എന്ന വാക്കുകൊണ്ട് ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അവർക്ക് തോന്നി. അതുപോലെ
കിൽ അല്ലെങ്കിൽ കില്ലിങ് എന്ന വാക്ക്, അതുമല്ലെങ്കിൽ ഐ ലൈക്ക് കില്ലിങ് എന്നൊരു ഫ്രേസ് അയാൾ എന്തായാലും ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് 2 എല്ലിന് പകരം അതുപോലെയുള്ള ഏതെങ്കിലും 2 അക്ഷരം ഒരുപോലെ വരുന്നത് ചേർത്തുള്ള ഭാഗങ്ങൾ വെച്ച് അവർ ആ സൈഫറിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ 1-2 ക്രിബുകൾ, അതായത് ഊഹിക്കാൻ പറ്റുന്ന ലെറ്റർ കോമ്പിനേഷനുകൾ കണ്ടെത്താനും അവയുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ഏതൊരു സൈഫറും വളരെ എളുപ്പത്തിൽ ബാക്കി ചുരുളഴിഞ്ഞ് കിട്ടാറുണ്ട്. ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിച്ചു. നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോടുകൂടിയാണ് എങ്കിലും ഒടുവിൽ ആ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള FBI, CA എന്നിവരുടെ എണ്ണം പറഞ്ഞ ക്രിപ്റ്റോഗ്രാഫർമാർക്ക് മുമ്പായിട്ട് ഈ അധ്യാപക ദമ്പതികൾ ആ സൈഫറിനെ ക്രാക്ക് ചെയ്തു. റിച്ചാർഡ് കോണർ 1924 എഴുതിയ ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന ചെറുകഥയുടെ ഒരുപാട് റെഫറൻസുകൾ ഉണ്ടായിരുന്ന സന്ദേശം ഇങ്ങനെയായിരുന്നു. ഈ ഒരു സൈഫർ ഡീകോഡ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന പ്രധാന പോയിന്റുകൾ ഇങ്ങനെയാണ്. കൊല്ലുന്നതിൽ അസാമാന്യമായിട്ടുള്ള ഫൺ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ആളുകളെ കൊല്ലുന്നത്. അത് കാട്ടിനുള്ളിലെ കില്ലിംഗ് ഗെയിമിനേക്കാളും ഫണ്ണാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പുനർജനിക്കും. അന്ന് ഞാൻ ഈ ജന്മത്തിൽ കൊന്നു കളഞ്ഞിട്ടുള്ളവർ എനിക്ക് അടിമകളാകും. ഞാൻ നിങ്ങളോട് എൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തില്ല, കാരണം എങ്കിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടി എന്നെ വെറുപ്പിച്ച് പുനർജന്മത്തിലേക്ക് അടിമകളെ കളക്ട് ചെയ്യുന്ന എൻ്റെ ഈ പരിപാടി നിങ്ങൾ തടസ്സപ്പെടുത്തും. വലേഹോ പോലീസ് അടുത്ത് ചെയ്യുന്നത് സോൾവ് ചെയ്ത ഈ പസിലും സൂഡിയ കില്ലറിൻ്റെ അതുവരെയുള്ള സകല എഴുത്തുകുത്തുകളും വക്കാവില്ലിലെ കാലിഫോർണിയ മെഡിക്കൽ ഫെസിലിറ്റിയിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. ഈ മനോരോഗ വിദഗ്ധൻ അതിനൊക്കെ ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ലോസ് ആഞ്ചലസ് ടൈംസ് പത്രത്തിൽ അച്ചടിച്ചു വരുന്നു. അവനവൻ സർവ്വശക്തനാണ് എന്ന അടിയുറച്ച വിശ്വാസം മനസ്സിലുള്ള ഏതോ ഒരുത്തനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ചെറിയ സൈക്കോയൊന്നുമല്ല. ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നു തള്ളുന്നവർ മരണശേഷം തൻ്റെ അടിമകളാകുമെന്നും അവരെ ഒരുമിച്ച് കൂട്ടി പരലോകത്തൊരു സ്ലേവ് ആർമി ഉണ്ടാക്കണം എന്നുമൊക്കെ കരുതിയിരിക്കുന്ന ഏതോ ഒരു സൈക്കോ സീരിയൽ കില്ലറാണ് അയാൾ. പിന്നെ ഈ കത്തിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ്. അയാൾക്ക് ആളെ കൊല്ലൽ എന്നുള്ളത് സെക്സിനേക്കാൾ ലഹരി കൊടുക്കുന്ന ഒന്നാണ്. അത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള, നേടാനാവാത്തതിനെ ബലമായി സ്വന്തമാക്കാനുള്ള അയാളുടെ ആഗ്രഹങ്ങളുടെ എക്സ്പ്രഷനായിട്ടാണ് ഈ സൈക്കാട്രിസ്റ്റ് ഇതിനെ കാണുന്നത്. 1969 സെപ്റ്റംബർ 27 നാപ്പ കൗണ്ടി ഡെപ്യൂട്ടി ഷെരീഫായിട്ടുള്ള ഡേവിഡ് കോളിൻസിന് പതിവ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ ഒരു കോൾ വരുന്നു. ലേക്ക് ബെറിയസയ്ക്ക് സമീപത്ത് നടന്ന ഒരു ഡബിൾ സ്റ്റാബിംഗ് ഇൻസിഡന്റിനെ കുറിച്ച് വിളിച്ചറിയിക്കാനായിരുന്നു ആ കോൾ. സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന 2 ചെറുപ്പക്കാരെയാണ്. പസഫിക് യൂണിയൻ കോളേജിൽ പഠിക്കുന്ന ബ്രയൻ ഹാർട്ട്നെൽ, സിസിലിയ ഷെപ്പേർഡ് എന്നീ 2 വിദ്യാർത്ഥികളെ. 20 വയസ്സായിരുന്നു ഇരുവരുടെയും പ്രായം. ബെറിയസ റോഡിൽ നിന്ന് ഏതാണ്ട് 3/4 മൈൽ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഓക്സ് എന്ന ഏറെ പ്രകൃതി രമണീയവും ശാന്തവുമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലാണ് ഇരുവരും കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തപ്പെട്ടത്. ലേക്കിലേക്ക് പിക്നിക്കിന് പോയ 2 പേരും കായൽക്കരയിൽ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അതിലിരിക്കുകയായിരുന്നു. ഓക്കുമരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഏറെക്കുറെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. റോഡരികിൽ നിന്ന് തങ്ങളെ തന്നെ തുറച്ചു നിൽക്കുന്ന ഒരു അപരിചിതന്റെ സാന്നിധ്യം ആദ്യം തിരിച്ചറിയുന്നത് സിസിലിയാണ്. വളരെ വിചിത്രമായിട്ടൊരു വേഷവിധാനമായിരുന്നു അയാളുടേത്. തല മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഈ ഹോളിവുഡ് സിനിമകളിൽ ആരാച്ചാർമാരൊക്കെ ധരിക്കും പോലെയുള്ള ഒരു കറുത്ത മുഖംമൂടി, അതിലൊരു പ്രത്യേകതരം ക്ലിപ്പോൺ സൺഗ്ലാസ്, മേൽക്കുപ്പായത്തിൻ്റെ നെഞ്ചിന് മുകളിലായിട്ട് വെളുത്ത വൃത്തത്തിനുള്ളിൽ ഒരു കുരിശടയാളം, കയ്യിൽ ഒരു റിവോൾവർ. ഇത്രയും കണ്ടതോടെ സിസിലി ആകെ ഭയന്നുപോയി. അവൾ ഞെട്ടി ബ്രയനെ ആ ദൃശ്യം വിളിച്ച് കാണിക്കുന്നു. അപ്പോഴേക്കും പക്ഷേ ഈ പറഞ്ഞ മനുഷ്യൻ തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 6 അടി ഉയരം, ഒത്ത ശരീരം, തടാകത്തിന്റെ ജലത്തോളം തന്നെ ശാന്തമായ എന്നാൽ ഉറച്ച സ്വരത്തിൽ തോക്കും ചൂണ്ടി പിടിച്ചുകൊണ്ട് അയാൾ അവരോട് സംസാരിച്ചു തുടങ്ങി. കൊളറാഡോയിൽ നിന്ന് മോഷ്ടിച്ച ഒരു കാറിൽ രക്ഷപ്പെട്ടെത്തിയ ഒരു ജയിൽ പുള്ളിയാണ് അയാൾ. മെക്സിക്കോയിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം. മറ്റൊരു കാറും കുറെ പൈസയും വേണം. ആവശ്യം കേട്ടപാടെ ബ്രയൻ ഉടനടി തൻ്റെ പേഴ്സും കാറിൻ്റെ താക്കോലുമൊക്കെ ഇയാൾക്ക് കൊടുക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷേ അതയാൾ കേട്ട ഭാവം നടിക്കുന്നില്ല. തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാൾ 2 നീളൻ റിബൺ കഷ്ണങ്ങൾ പുറത്തെടുക്കുന്നു. അതിലൊരെണ്ണം സിസിലിയുടെ കയ്യിൽ കൊടുത്ത് അതുകൊണ്ട് ബ്രയാൻ്റെ കൈ പിന്നിലേക്ക് വലിച്ചു കെട്ടാൻ അയാൾ പറഞ്ഞു. അവൾ കെട്ടിയ കെട്ടിനെ അയാൾ ഒന്നുകൂടി ബലപ്പെടുത്തുന്നുണ്ട്. ശേഷം അവളുടെ കൈകൾ ഇയാൾ തന്നെ 2ാമത്തെ റിബൺ കൊണ്ട് ബലമായിട്ട് പിന്നിലേക്ക് കൂട്ടിക്കെട്ടി. അങ്ങനെ അവർ 2 പേരെയും ബന്ധിതരാക്കിയ ശേഷം അയാൾ തൻ്റെ തോക്കിനെ അരയിൽ തിരികെ അരയിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഏതാണ്ട് 12 ഇഞ്ചോളം നീളമുള്ള വലിയൊരു കഠാര പുറത്തെടുത്തു. ശേഷം ഒരു മുന്നറിയിപ്പും കൂടാതെ ബ്രയൻ്റെ പുറത്ത് ഇയാൾ ആഞ്ഞാഞ്ഞു കുത്തി. കുത്തേറ്റ് ചെരിഞ്ഞു വീണ ബ്രയൻ അനങ്ങാതെ മരിച്ച മട്ടിൽ കിടന്നു. ഇത് കണ്ട സിസിലിയ ഉറക്കെ അലറി വിളിച്ചു. അതോടെ അയാൾ സിസിലിയയ്ക്ക് നേരെ തിരിഞ്ഞു. ചുരുങ്ങിയതൊരു 10 വട്ടമെങ്കിലും അയാൾ അവളെയും കുത്തുന്നുണ്ട്. 5 കുത്ത് മുൻഭാഗത്ത്, 5 കുത്ത് പിൻഭാഗത്ത്. ഈ സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെയും ഒരു നിമിഷം പോലും മാനസികമായൊരു അസ്വാസ്ഥ്യം ഇയാളുടെ ശരീരഭാഷയിൽ കണ്ടില്ല
ഇയാൾ തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സിസിലിയ പിന്നീട് ഇൻസ്പെക്ടർ കോളിൻസ് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. തൻ്റെ കുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും മരിച്ചു എന്ന് തന്നെയാണ് അയാൾ കരുതുന്നത്. അതുകൊണ്ട് അയാൾ അതിനുശേഷം ഇവർ വന്ന കാറിനടുത്തേക്ക് നടന്നു ചെല്ലുന്നു. അതിൻ്റെ ഡോറിൽ അയാൾ കറുത്ത നിറത്തിലുള്ള ഒരു പേന കൊണ്ട് വട്ടത്തിനുള്ളിലെ ആ കുരിശിൻ്റെ സിമ്പിൾ വരച്ചു വെക്കുന്നു. കഴിഞ്ഞ സോഡിയാക് ലെറ്ററുകളിൽ നമ്മൾ കണ്ട അതേ ചിഹ്നം. ആദ്യം അയാൾ നേരത്തെ നടന്ന കൊലപാതകങ്ങളുടെ തീയതി എഴുതി വെക്കുന്നു. അതിനുശേഷം അന്നത്തെ ഡേറ്റ്, അന്നത്തെ ടൈം, ഒപ്പം ബൈ നൈഫ് എന്നൊരു വാക്കും കൂടി അയാൾ ആ കാറിൻ്റെ ഡോറിൽ എഴുതി വെക്കുന്നു. ശേഷം അയാളുടെ വഴിക്ക് സ്ഥലം വിടുന്നു. ഇയാളുടെ കുത്തുകൊണ്ട് ഗുരുതരാവസ്ഥയിലായിരുന്നുവെങ്കിലും ബ്രയാൻ മരിച്ചിരുന്നില്ല. തൻ്റെ കയ്യിലെ കെട്ട് എങ്ങനെയോ ഒരുവിധം കടിച്ചു മുറിച്ച് അയക്കുന്ന അയാൾ സിസിലിയുടെ കയ്യിലെ കെട്ടും അഴിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ആ കായൽക്കരയിൽ നിന്ന് ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. അവിടെ അടുത്തെവിടെയോ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഒരു മുക്കുവനും മകനും ഈ നിലവിളി ശബ്ദം ആദ്യം കേൾക്കുന്നുണ്ട് എങ്കിലും അത് തങ്ങളെ പറ്റിക്കാനോ പണം പിടുങ്ങാനോ ആരെങ്കിലും ചെയ്യുന്നതാകുമെന്ന് കരുതി അവർ ആദ്യം ആ നിലവിളികളെ അവഗണിക്കുന്നു. പക്ഷേ വീണ്ടും ആ കരച്ചിലും നിലവിളിയുമൊക്കെ തുടർന്നപ്പോൾ തൻ്റെ ബൈനോക്കുലർ എടുത്ത് അയാൾ ആ കായലിൻ്റെ അക്കരയിലേക്ക് നോക്കി. അതിൻ്റെ ക്രോസ് ഹെയറിൽ ദേഹമാസകലം പരിക്കുകളോടെ നിൽക്കുന്ന ഇവരെ കണ്ട് അയാൾ ഞെട്ടിപ്പോന്നു. അയാൾ നേരെ പാർക്കിൻ്റെ ഒഫീഷ്യൽസിനെ ചെന്ന് കാണുന്നു. പോലീസിൻ്റെ സഹായം തേടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കോളിൻസും പിന്നെ റേ ലാൻഡ് എന്നൊരു ഓഫീസറുമാണ് സീൻ ഓഫ് ക്രൈമിൽ ആദ്യമായിട്ട് എത്തുന്നത്. റേ നേരെ ബ്രയാനെ സഹായിക്കാൻ പോയി. കോളിൻസ് സിസിലിയുടെ അടുത്തേക്ക് ചെന്നു. ഓഫീസർ കോളിൻസ് തൻ്റെ ജാക്കറ്റ് ഊരിയപ്പോൾ സിസിലിയെ പുതപ്പിക്കുന്നുണ്ട്. അവളാകട്ടെ ആ ആക്രമണത്തിൽ ആകെ ഭയന്നു വിറച്ചിരിക്കുകയായിരുന്നു. തന്നെ വിട്ടുപോകരുതേ എന്ന് അവൾ ആ പോലീസ് ഓഫീസറോട് അഭ്യർത്ഥിക്കുന്നു. ഓഫീസർ കോളിൻസ് അപ്പോൾ അവളോട് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവളുടെ ബോധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. തങ്ങളെ ആക്രമിച്ച വ്യക്തി ആരാണ് എന്ന് നിശ്ചയമില്ലെങ്കിലും അയാൾ ആ മുഖംമൂടി ധരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വരും മുമ്പ് തന്നെ അയാൾ തങ്ങളെ നിരീക്ഷിച്ചിരുന്നതായിട്ട് താൻ ഓർക്കുന്നുവെന്ന് സിസിലിയ പറയുന്നു. ആ വ്യക്തിയുടെ മുഖത്തെക്കുറിച്ച് സിസിലിയ തൻ്റെ മങ്ങിയ ഓർമ്മയിൽ നിന്നാണെങ്കിലും കൊടുത്ത വിവരങ്ങൾ മതിയായിരുന്നു പോലീസിന് അയാളുടെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ. പോലീസ് ഉണ്ടാക്കിയ ഈ കോമ്പോസിറ്റ് സ്കെച്ചിന് പുറമെ മറ്റൊരു രേഖാചിത്രം കൂടി ഈ കേസിൽ പോലീസിന് കിട്ടുന്നുണ്ട്. സോഡിയാക് കില്ലറുടെ പേരിൽ ലെറ്ററുകളൊക്കെ വന്നു തുടങ്ങിയ അന്നു മുതൽക്ക് തന്നെ കേസിൽ കാര്യമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിലെ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റാണ് റോബർട്ട് ഗ്രേ സ്മിത്ത്. ഇയാൾ ഈ ആക്രമണത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ബ്രയാൻ ഹാർട്ട്നൽ കൊടുത്ത വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തി കൊലയാളിയുടെ മറ്റൊരു രേഖാചിത്രം കൂടി വരയ്ക്കുന്നുണ്ട്. അന്ന് ആ ഇരട്ട സ്റ്റാബിംഗ് ആക്രമണം കഴിഞ്ഞ ശേഷം കൊലയാളി നേരെ ചെല്ലുന്നത് 27 മൈൽ അകലെ കിടക്കുന്ന ഡൗൺ ടൗൺ നാപ്പയിലേക്കാണ്. അന്ന് രാത്രി 7:45 അയാൾ ഒരു കാർ വാഷിൽ വണ്ടി നിർത്തി അവിടുത്തെ പേ ഫോണിൽ നിന്ന് നാപ്പ കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. ശേഷം ഫോണെടുത്ത പോലീസുകാരനോട് അയാൾ തൻ്റെ ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു: ഐ വാണ്ട് ടു റിപ്പോർട്ട് എ മർഡർ, നോ എ ഡബിൾ മർഡർ. എനിക്കൊരു കൊലപാതകം, അല്ല ഒരു ഇരട്ട കൊലപാതകം റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ശേഷം അയാൾ ലേക്ക് ബെറിയാസോയിൽ വെച്ച് താൻ 2 കോളേജ് വിദ്യാർത്ഥികളെ കുത്തിയ കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. ഇങ്ങനൊരു ഫോൺ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പോലീസ് പട്രോൾ സംഘം ലൊക്കേഷനിൽ ചെന്ന് നേരിട്ട് സംഭവങ്ങൾ വെരിഫൈ ചെയ്ത ശേഷമാണ് ആംബുലൻസിനെ വിളിച്ചു വരുത്തുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് 1 മണിക്കൂർ നേരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ബ്രയാൻ എന്തായാലും തൻ്റെ പരിക്കുകളെ അതിജീവിക്കുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സെസിലിയയ്ക്ക് ബോധം മറയുന്നു. പിന്നീട് അവൾ ഒരിക്കലും കണ്ണു തുറക്കുന്നതേയില്ല. 2-ാം ദിവസം അവൾ മരണത്തെ പുൽകുന്നു. നാപ്പ കൗണ്ടി പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത് അവരുടെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഡിറ്റക്റ്റീവ് കെൻ നാർലോയെയാണ്. ഇതേ കെൻ നാർലോ 2002 സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിളിലെ റോബർട്ട് ഗ്രേ സ്മിത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ താൻ ലേക്ക് ബെറിയാസോ പരിസരത്ത് സോഡിയാക് കില്ലറുടേതെന്ന് സംശയം തോന്നിയ ഫുട് പ്രിൻറ്റുകളിൽ ഒരു കോമ്പാക്ഷൻ സ്റ്റഡി നടത്തിയ കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. ആ ഫുട് പ്രിൻറ്റുകൾ ഉപേക്ഷിച്ചിട്ട് പോയ സസ്പെക്റ്റിൻ്റെ ശരീരഭാരം കണക്കാക്കാൻ വേണ്ടി നാർലോ 210 പൗണ്ട്, നമ്മുടെ ഏതാണ്ട് 95 കിലോഗ്രാം ഭാരമുള്ള തൻ്റെ ഒരു ഡെപ്യൂട്ടിയെ കൊണ്ട് ഈ ഫുട് പ്രിൻസിൻ്റെ അടുത്തുകൂടി നടത്തിച്ച് നോക്കുന്നുണ്ട്. ആ ഡെപ്യൂട്ടിയുടെ പ്രിൻറ്റുകൾക്കെല്ലാം ആഴം കുറവായിരുന്നു. അതിൽ നിന്ന് നാർലോ എത്തിച്ചേർന്ന നിഗമനം ഡെപ്യൂട്ടിയേക്കാൾ ചുരുങ്ങിയതൊരു 5 കിലോ എങ്കിലും ഭാരം സോഡിയാക് കില്ലറിന് കൂടുതൽ ഉണ്ടാകുമെന്നാണ്. ആ പ്രിൻറ്റുകൾ വളരെ ക്ലിയറും വളരെ ഫേമുമായിരുന്നു, വിശേഷിച്ച് ഹീലിൻ്റെ ഭാഗത്ത്. അതുകൊണ്ട് കില്ലർ ഓടിയല്ല പോയിട്ടുണ്ടാവുക എന്നത് വ്യക്തമായിരുന്നു. നനവൊട്ടുമില്ലാതിരുന്ന ആ ഗ്രൗണ്ടിൽ സ്റ്റഡിയായിട്ടുള്ള ഫുട് പ്രിൻറ്റുകൾ ഉപേക്ഷിച്ചിട്ട് അയാൾ പോകണമെങ്കിൽ അത് നടന്നു തന്നെയായിരിക്കും. എന്തായാലും ഇതുവരെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് 3 ആക്രമണങ്ങളാണ്. ഒന്നാമത് ലേക്ക് ഹെർമൻ റോഡിൽ നടന്ന ആക്രമണം, രണ്ടാമത്തേത് ബ്ലൂ റോക്ക് സ്പ്രിങ്സ് പാർക്കിൽ നടന്നത്, മൂന്നാമത്തേത് ലേക്ക് ബെറിയാസോ റോഡിൽ നടന്ന സ്റ്റാബിംഗ് ഇൻസിഡൻറ്റ്. ആദ്യത്തെ 2 ആക്രമണത്തിലും പിന്നിൽ താനാണ് എന്നുള്ള സോഡിയാക് കില്ലറിൻ്റെ കൺഫെഷൻ ഉണ്ട്. എന്നാൽ ലേക്ക് ബെറിയാസോ റോഡിൽ നടന്ന സ്റ്റാബിംഗ് സോഡിയാക് കില്ലറുടെ തന്നെ പണിയാണോ അതോ വല്ല കോപ്പി കാറ്റ് കില്ലറുമാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ സാധിക്കുന്നില്ല. കാരണം ആ ആക്രമണത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഒരൽപ്പം വ്യത്യസ്തമായിരുന്നു.
ഭീഷണിപ്പെടുത്താൻ വേണ്ടി തോക്ക് ചൂണ്ടിയിരുന്നുവെങ്കിലും ആക്രമിക്കാൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കത്തിയാണ്. ആദ്യത്തെ 2 ആക്രമണത്തിലും കില്ലർ വാ തുറന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ലേക്ക് ബെരിയസ സംഭവത്തിൽ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. താൻ തടവ് ചാടിയൊരു ജയിൽ പുള്ളിയാണ് എന്ന് പറയുന്ന കില്ലർ ഏത് ജയിൽ, താൻ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അനാവശ്യമായിട്ട് ഇരയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് പതിവ് പാറ്റേണിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ്. പിന്നീട് അങ്ങോട്ട് സോഡിയാക് കില്ലറിൽ നിന്ന് എന്ന പേരിൽ പോലീസിനോ മാധ്യമങ്ങൾക്കോ കിട്ടിയിട്ടുള്ള ഒരു കത്തിലും ലേക്ക് ബെരിയസ സ്റ്റാബിങ്ങിനെ കുറിച്ചുള്ള വീമ്പടികൾ നമുക്ക് കാണാനാവില്ല. കഴിഞ്ഞ കത്തുകളിലെ കൊലയാളിയുടെ കൈയക്ഷരവും ഈ കേസിൽ കാറിൻ്റെ ബോഡിയിൽ മാർക്കർ കൊണ്ട് എഴുതി വെച്ചതിലെ കൈയക്ഷരവും തമ്മിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി നേരത്തെ ബ്ലൂ റോക്ക് സ്പ്രിംഗ് പാർക്കിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ ജീവനോടെ രക്ഷപ്പെട്ട മൈക്ക് മാഗ്യൂ നൽകിയ കൊലയാളിയുടെ രൂപവിവരണങ്ങളും ഈ സ്റ്റാബിംഗ് കേസിലെ ഇരകൾ കൊടുത്ത മൊഴികളിലെ കൊലയാളിയുടെ രൂപവിവരണങ്ങളും തമ്മിൽ മാച്ചിങ് അല്ല. എന്നിട്ടും അത് സോഡിയാക് കില്ലറുടെ പ്രവൃത്തി തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ അവർക്ക് വേറെയും ചില ശക്തമായിട്ടുള്ള കാരണങ്ങൾ കിട്ടിയിരുന്നു. ഒന്നാമത്തെ കാരണം, ലേക്ക് ബെരിയസയിൽ കാറിന് മുകളിൽ കൊലയാളി വരച്ചു വെച്ച സോഡിയാക് കില്ലർ സിംബൽ അതിനു മുമ്പ് പബ്ലിക്കായിട്ട് പോലീസ് റിലീസ് ചെയ്തിട്ടില്ലാത്ത ഒന്നാണ്. അതെങ്ങനെ അയാൾക്ക് കിട്ടി? ഈ കൊലയാളി വളരെ പതിഞ്ഞ സ്വരത്തിൽ തികച്ചും ശാന്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്ന സെസിലിയയുടെ മൊഴിയും മറ്റ് കൊലപാതകങ്ങളിലെ മൊഴികളുമായിട്ട് യോജിച്ചു പോകുന്നവയാണ്. മൂന്നാമത്തെ ആക്രമണത്തിൽ മാത്രം കൊലയാളി ഒരു മുഖംമൂടി ധരിച്ചത് ഒരുപക്ഷെ അയാളുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ വേണ്ടിയൊക്കെ ആകാമെന്നും ഇവർ പറയുന്നു. അവിടെ അടുത്ത് തന്നെ റിനേസൻസ് ഫെയർ എന്നൊരു മേള നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിചിത്ര കോസ്റ്റ്യൂം ധരിച്ചുകൊണ്ട് ആരെങ്കിലും അതിലെ വന്നാലും ആരും ശ്രദ്ധിച്ചൊന്നും വരില്ല. കൊലപാതകി മൂന്നാമത്തെ ആക്രമണത്തിൽ തോക്കിന് പകരം കത്തി ഉപയോഗിച്ചതിനു പിന്നിലും സൈക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. ബ്ലൂ റോക്ക് സ്പ്രിംഗ് പാർക്കിൽ കൊല്ലപ്പെട്ട ഡാർലിൻ ഫെറിൻ എന്ന യുവതിയുടെ കാമുകൻ ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. അതിൻ്റെ പേരിൽ ചില ടാബ്ലോയിഡുകൾ ഈ കൊലയാളിയെ സ്ത്രീകളെ മാത്രം കൊല്ലാൻ ശേഷിയുള്ള ഒരാൾ എന്ന മട്ടിൽ ടീസ് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും അയാൾ മൂന്നാമത്തെ ലേക്ക് ബെരിയസ കേസിൽ ഇവർ രണ്ടുപേരെയും ബന്ധിച്ച ശേഷം യുവതിയുടെ മുന്നിൽ വെച്ച് ആദ്യം അവരുടെ കാമുകനെ ആക്രമിച്ചത്. തനിക്ക് സ്ത്രീകളെ മാത്രമല്ല കൊല്ലാൻ സാധിക്കുക എന്ന് തെളിയിക്കാനെന്ന പോലെ. 1969 ഒക്ടോബർ 11 രാത്രി 9:45 ഡൗൺ ടൗൺ സാൻ ഫ്രാൻസിസ്കോയിലെ മേസൺ ആൻഡ് ഗിയറി സ്ട്രീറ്റ്സിൽ നിന്ന് ഒരു ടാക്സിയിൽ ഒരു പാസഞ്ചർ കയറുന്നു. ടാക്സി ഡ്രൈവറുടെ പേര് പോൾ സ്റ്റെയിൻ എന്നായിരുന്നു. 29-കാരനായ ആ ഡോക്ടറൽ സ്റ്റുഡൻറ്റ് തൻ്റെ പഠന ചെലവുകൾക്കുള്ള ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്കാണ് രാത്രി ടാക്സി ഓടാൻ പോയിരുന്നത്. നഗരത്തിലെ സമ്പന്നർ പാർക്കുന്ന പ്രസിഡിയോ ഹൈറ്റ്സ് എന്ന ഏറെക്കുറെ ശാന്തവും താരതമ്യേന സുരക്ഷിതവുമായിട്ടുള്ള ഏരിയയിൽ കൂടിയാണ് അയാൾ അപ്പോൾ ആ ടാക്സി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. തന്നെ വാഷിംഗ്ടൺ മേപ്പിൾ സ്ട്രീറ്റ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പാസഞ്ചർ പോൾ സ്റ്റീനോട് പറയുന്നു. ടാക്സി ആ തെരുവിൽ നിർത്തിയതും പിൻസീറ്റിലിരുന്ന യാത്രക്കാരൻ പോക്കറ്റിൽ നിന്നൊരു 9mm സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ എടുത്ത് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഡ്രൈവർ പോളിനെ വെടിവെക്കുന്നു. തലയിലൂടെ ബുള്ളറ്റ് തുളച്ചു കയറിയപ്പോൾ തൽക്ഷണം കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുന്നോട്ടായിരുന്ന കില്ലർ പോളിൻ്റെ പേഴ്സും താക്കോലും എടുക്കുന്നു. ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് അയാൾ പോളിൻ്റെ ഷർട്ടിൻ്റെ ഒരു കഷ്ണം ഏറെ ശ്രദ്ധയോടെ കീറിയെടുക്കുകയും ചെയ്യുന്നു. ആ സ്ട്രീറ്റിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലെ ഒരു വീടിൻ്റെ ജനലിലൂടെ 1-2 യുവാക്കൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവർ നോക്കുമ്പോൾ ഒരാൾ ഒരു ടാക്സി കാറിൻ്റെ സീറ്റുകളും ഡോർ ഹാൻഡിലുകളുമൊക്കെ വളരെ ശ്രദ്ധയോടെ ഒരു തുണിക്കഷ്ണം വെച്ച് തൂത്തു തുറച്ച് വൃത്തിയാക്കുന്നത് കാണുന്നു. അതിനുശേഷം അയാൾ തിടുക്കപ്പെട്ട് നടന്നു പോകുന്നതും ഇവർ ശ്രദ്ധിക്കുന്നു. ഇയാളുടെ ഈ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുന്ന അവർ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് ഈ വിവരം അറിയിക്കുന്നു. ഏതാണ്ട് 5 അടി 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചോളം ഉയരം, 25 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായം, പറ്റ വെട്ടിച്ച ബ്രൗൺ തലമുടി, ഇരുണ്ട കുപ്പായവും കട്ടിയുള്ള ഫ്രെയിമോട് കൂടിയ കണ്ണടയും ധരിച്ച ഒരു വൈറ്റ് മെയിൽ എന്നാണ് വിളിച്ചറിയിച്ച പിള്ളേർ പോലീസിനോട് പറഞ്ഞത്. ചെറി സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്ന അയാൾ ബൈലൈനുകളിൽ എവിടെയോ അപ്രത്യക്ഷനാവുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഈ സംഭവം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടുത്തെ പോലീസ് ബീറ്റുകളിലേക്ക് കൊലയാളി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ രൂപം അത് തെറ്റായിട്ട് അതിൻ്റെ രൂപവിവരണം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. എ ബ്ലാക്ക് മെയിൽ അഡൾട്ട് എന്നായിരുന്നു ആ ട്രാൻസ്മിഷൻ. അത് പോലീസിന് സംഭവിച്ച ഒരു തെറ്റായിരുന്നു. ഇങ്ങനെ ഒരു എറർ പറ്റിയതിൻ്റെ പേരിൽ മാത്രം അവർ അന്നൊരു പക്ഷേ കൊലപാതകയായിരുന്നിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ തടഞ്ഞു നിർത്തി ഫ്രിസ്ക് ചെയ്യാതെ പോകാൻ അനുവദിക്കുന്നു. പിന്നീട് തെറ്റിദ്ധരുത്തി യഥാർത്ഥ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോൾ അത് നേരത്തെ അവർ പോകാൻ അനുവദിച്ച ആ അപരിചിതൻ്റെ രൂപവുമായിട്ട് അതുപോലെ മാച്ച് ചെയ്യുന്ന ഒന്നായിരുന്നു. വൈറ്റ്, ബിറ്റ്വീൻ 30 and 40, about 5 feet 10, 180 to 200 pounds, with light hair, cut short and wearing glasses. അയാൾ നടന്നു പോകുന്നതിനരികിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോലീസ് ഓഫീസർമാർ പോയി എങ്കിലും വിശേഷിച്ച് സംശയാസ്പദമായി ഒന്നും തന്നെ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ അയാളെ പോകാൻ അനുവദിച്ചു. പിന്നീട് ശരിക്കുള്ള ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴേക്കും അയാൾ പിടികിട്ടാത്തത്ര ദൂരേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ടാക്സി ഡ്രൈവർ വെടിയേറ്റ് മരിച്ച ആ സീൻ ഓഫ് ക്രൈമിൽ അധികം വൈകാതെ തന്നെ പോലീസ് എത്തിച്ചേരുന്നു.
ഒറ്റനോട്ടത്തിൽ അത് മോഷണ ശ്രമത്തിനിടെ നടന്ന മറ്റൊരു കൊലപാതകമെന്നേ അവർ കരുതുന്നുള്ളൂ. എന്നാൽ 2 ദിവസത്തിനപ്പുറം ഒക്ടോബർ 13 സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ പത്രത്തിന് ഒരു എൻവലപ്പ് അയച്ചു കിട്ടുന്നു. അതിൽ ചോര പുരണ്ട പോൾ സ്റ്റെയിൻ്റെ ഷർട്ടിൻ്റെ ഒരു കഷ്ണത്തിനൊപ്പം ഒരു കത്തുമുണ്ട്. ആ കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: വാഷിങ്ടൺ സെൻറ്റ് ആൻഡ് മേപ്പിൾ സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ടാക്സി ഡ്രൈവർ വെടിയേറ്റു മരിച്ചില്ലേ? ആ കൊലപാതകം പ്രവർത്തിച്ചത് ഞാനാണ്. ഈ കത്തും കൊലയാളി നേരത്തെ പോലെ സോഡിയാക് സിമ്പിൾ വെച്ച് സൈൻ ചെയ്തിരുന്നു. പോൾ സ്റ്റെയിൻ എന്ന ടാക്സി ഡ്രൈവറുടെ കൊലപാതകമാണ് സോഡിയാക് കില്ലർ നേരിട്ട് കൺഫേം ചെയ്തിട്ടുള്ള അവസാനത്തെ കൊലപാതകം. അയാൾ അയച്ച കത്തുകളിൽ പക്ഷേ താൻ ആകെ 37 പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്നൊരു പരാമർശം നമുക്ക് കാണാം. എങ്കിലും ഇതുവരെ പറഞ്ഞ ഈ 5 പേരുടെ വധങ്ങൾ മാത്രമേ നമുക്ക് കൺക്ലൂസീവായി സോഡിയാക് കില്ലറുടെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യാനാകൂ. ടാക്സി ഡ്രൈവർ സ്റ്റൈൻ്റെ കേസ് മുൻ കേസുകളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ടും വേറിട്ട് നിന്നതാണ്. ഒന്നാമത്തെ കാരണം, പോൾ സ്റ്റെയിൻ സംഭവം നടക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. മുമ്പുള്ള എല്ലാ കേസുകളിലും സോഡിയാക് കില്ലർ കപ്പിൾസിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ കേസുകളിലും വിജനമായ ഏതെങ്കിലും ഇടത്തിൽ വെച്ച് മറ്റാരും തന്നെ അടുത്തില്ലാതെ കിട്ടുമ്പോൾ മാത്രമേ കില്ലർ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. ഈ കേസിൽ ഇത് സാൻ ഫ്രാൻസിസ്കോയിലെ തിരക്കേറിയ ഒരു സ്ട്രീറ്റിൽ ചുറ്റിനും ആളുകൾ ഉള്ളപ്പോഴാണ്. അതുപോലെ കൊല്ലപ്പെട്ട ആളിൽ നിന്ന് ഒരു സുവനിയർ, അയാൾ ധരിച്ച ഷർട്ടിൻ്റെ ചോര പുരണ്ട ഒരു പീസ് കൊലയാളി എടുക്കുന്നതും ഇത് ആദ്യമായിട്ടാണ്. പലരും കരുതുന്നത് ഇങ്ങനൊരു ഡീവിയേഷൻ കൊലയാളി മനഃപൂർവ്വം എടുത്തതാകുമെന്നാണ്. കാരണം സോഡിയാക് കില്ലറിന് ചില മെസ്സേജുകൾ പോലീസിന് കൊടുക്കാനുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന്, താൻ അങ്ങനെ വലേഹോ അല്ലെങ്കിൽ ലേക്ക് ബെറിയോസോ പോലെ ഉൾനാടുകളിൽ മാത്രം നടന്ന ആളെ കൊല്ലുന്ന ഒരാളല്ല, നഗരത്തിലും തൻ്റെ ഓപ്പറേഷൻ സജീവമാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, ചില ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ച പോലെ സെക്ഷലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൊലയാളി അല്ല താൻ എന്ന് അയാൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊലയാളി മാധ്യമങ്ങളോടും പോലീസിനോടുമൊക്കെ കത്തുവഴി ബന്ധപ്പെടുന്നതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: അയാൾക്ക് കാര്യങ്ങളുടെ കൺട്രോൾ തൻ്റെ കയ്യിലാണ് എന്ന ബോധ്യം ഇടയ്ക്കിടയ്ക്ക് വേണം. മാധ്യമങ്ങളുടെയും പോലീസിൻ്റെയും ശ്രദ്ധയും സദാ തന്നിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതും അയാൾക്കിഷ്ടമാണ്. പോൾ സ്റ്റെയിൻ്റെ പേഴ്സോ കണ്ണടയോ കാറിൻ്റെ കീയോ ഒന്നും തന്നെ പിന്നീട് ഒരിക്കലും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. സോഡിയാക് സൈഫേഴ്സ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് നടത്തുന്ന ഗവേഷകൻ റിച്ചാർഡ് ഗ്രീനിൽ പിന്നീട് പറഞ്ഞത്, കില്ലർ ഈ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോയത് ഒരിക്കലും ഒരു ട്രോഫി ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് അത് ഓരോന്നും തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ള ചില തീരുമാനങ്ങളായിരുന്നു. ഈ സോഡിയാക്ക് പോൾ സ്റ്റെയിനെ വെടിവെച്ചപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നോട്ട് ആഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അയാൾക്ക് വെടി ഉതിർക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കാർ കീസ്, ഇൻറ്റീരിയർ, കാറിൻ്റെ ഡോർ ഹാൻഡിൽസ് എന്നിങ്ങനെ പലയിടങ്ങളിലും തൻ്റെ ഫിംഗർ പ്രിൻറ്റുകൾ പതിഞ്ഞിട്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് കൊലയാളി തിരിച്ചറിയുന്നു. ഇങ്ങനെ വണ്ടിക്കുള്ളിലെ എല്ലാ സ്ഥലവും തുടച്ചു വൃത്തിയാക്കുന്നതിന് പകരം ഇയാൾ ചെയ്യുന്നത് സ്റ്റെയിനിൻ്റെ വാലറ്റ്, കണ്ണട, വണ്ടിയുടെ താക്കോൽ എന്നിങ്ങനെ പ്രധാന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ശേഷിച്ച സാധനങ്ങളിലെ വിരലടയാളങ്ങൾ അയാൾ തുടച്ച് കളയുകയും ചെയ്തു. പോലീസിന് അയച്ചു കൊടുക്കാൻ വേണ്ടി പോളിൻ്റെ പേഴ്സ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് പോളിൻ്റേതെന്ന് പറയാവുന്ന ഒന്നും തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കൊലയാളി പോളിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു കഷ്ണം തന്നെ കീറിയെടുക്കുന്നത്. ഗ്രിനലിൻ്റെ ഈ തിയറി ശരിയാണെങ്കിലും അല്ലെങ്കിലും പോൾ സ്റ്റെയിൻ്റെ ടാക്സി അരച്ചു വറുക്കിയിട്ടും പോലീസിന് ഒരു പ്രിൻ്റ് പോലും അന്ന് കണ്ടു കിട്ടുന്നില്ല. ഈ ഒരു സമയമായപ്പോഴേക്കും സോഡിയാക് കില്ലറിൻ്റെ പേരിൽ ആവശ്യത്തിലധികം കൊലപാതക കേസുകൾ ആയിരുന്നു. അയാളെക്കുറിച്ച്, അയാളുടെ മോഡസ് ഓപ്പറാൻഡിയെക്കുറിച്ച് പോലീസിന് കൂടുതൽ കൃത്യമായിട്ടുള്ള ധാരണകളും കിട്ടിത്തുടങ്ങി. പ്രത്യക്ഷമായിട്ട് കാണുന്ന മനോവിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾക്ക് പുറമെ, അല്ലെങ്കിൽ അവയെ അവഗണിക്കുകയാണെങ്കിൽ, അയാൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, നല്ല ക്ഷമയുള്ള, വളരെ മെത്തഡിക്കലായി ഇൻ്റലിജൻസ് പ്രകടിപ്പിച്ചിട്ടുള്ള ആരോ ഒരാളാണ്. ഇയാൾ ഇതുവരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന ഇടങ്ങളിലാണ്. ഇതിലൊരു കേസിൽ ഇരകളുടെ കൈകൾ കൂട്ടി ബന്ധിക്കുന്ന കാര്യത്തിൽ കാര്യമായ എഫിഷ്യൻസി കാണിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇയാൾ സ്കൗട്ട്സ് പോലെ ഏതോ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് എന്നതും വ്യക്തമാണ്. കൈത്തോക്കുകൾ ഇയാൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാനറിയാം. അവയെക്കുറിച്ച് നല്ല ധാരണയും കക്ഷിക്കുണ്ട്. ബെറ്റി ലോ ജോൺസിനെ വെടിവെച്ചതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്: എത്ര ടെൻഷൻ പിടിച്ച സാഹചര്യമായിരുന്നിട്ടും നല്ല സ്റ്റഡിയായിട്ട് തന്നെ തോക്ക് കൈകാര്യം ചെയ്യാൻ ഇയാൾക്കറിയാം. അതുപോലെ ആ മനുഷ്യൻ അയച്ചുവിട്ട കത്തുകൾ അയാളുടെ മറ്റൊരു വശം കൂടി വെളിപ്പെടുത്തി. അയാൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ കൃത്യമായിട്ട് എഴുതാനറിയാം, വാക്കുകൾ കൊണ്ട് അമ്മാനം പാടാനറിയാം, കുഞ്ഞു കുഞ്ഞു റൈമിങ്, കവിതാ ശകലങ്ങൾ വരെ ഉണ്ടാക്കാനറിയാം. ഗ്രാമറിലും സ്പെല്ലിങ്ങിലുമൊക്കെ കാണുന്ന തെറ്റുകൾ അയാളുടെ വിദ്യാഭ്യാസ നിലവാരത്തേക്കാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം പോലെയായിട്ടാണ് ഇവർക്ക് തോന്നിയത്. പിന്നീടുള്ളൊരു കാര്യം ഈ കത്തുകളിൽ കണ്ട സൈഫറുകളാണ്. വളരെ ക്ഷമയോടെ മാത്രം ഉണ്ടാക്കാനും സോൾവ് ചെയ്യാനുമൊക്കെ പറ്റുന്ന ഒന്നാണ് ഈ സൈഫറുകൾ. ഏറെ കൃതഹസ്ഥനായിട്ടുള്ളൊരു പസിൽ എക്സ്പെർട്ടിന് മാത്രമേ ഇതുപോലെയുള്ള സൈഫറുകൾ ഉണ്ടാക്കാൻ പോലും ആകൂ. അതുപോലെ ഈ കൊലപാതകങ്ങളുടെ ടൈമിംഗ് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു റിഥം ഫോളോ ചെയ്തിരുന്നു. ഫെസ്റ്റിവലുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഇയാൾ ആക്രമണം നടത്തിയിരുന്നത്. ഉദാഹരണത്തിന് ക്രിസ്മസ് ടൈമിൽ, ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ജൂലൈ 4 അല്ലെങ്കിൽ ഹാലോവിൻ ടൈം, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ അറ്റാക്കുകളുടെ ടൈമിങ്ങുകൾ.
1974 ജനുവരി 29 സാൻ ഫ്രാൻസിസ്കോ ക്രോണിക്കിൾ പത്രത്തിന് സോഡിയാക് കില്ലർ അയച്ചത് എന്ന് കരുതപ്പെടുന്ന അവസാനത്തെ കത്തും കിട്ടുന്നു. സാൻ മാറ്റിയോ കൗണ്ടി പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ആ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കത്ത് അവസാനിപ്പിക്കുന്നത് ചോര മരവിപ്പിക്കുന്ന ഒരു സ്കോർ കാർഡിലാണ്. ആ കൊലയാളിയുടെ ഒരു അവകാശവാദത്തിലാണ്. മീ 37, സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 0. ഇയാൾ 37 എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള എത്ര പേർ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കൊന്നുമില്ല. 5 മർഡറുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 മർഡറുകൾ മാത്രമാണ് കൃത്യമായിട്ട് ഈ സോഡിയാക് കില്ലർ നടത്തിയത് എന്ന് തെളിഞ്ഞിട്ടുള്ളത്. ബാക്കി ചില കൊലപാതകങ്ങൾക്ക് നേരെയും സോഡിയാക് കില്ലർ ആണോ എന്ന സംശയം ഉയർന്നിരുന്നു. ഉദാഹരണത്തിന് 1966 റിവർ സൈഡിൽ നടന്ന 18 വയസ്സുള്ള ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ചെറി ജോ ബൈറ്റ്സിൻ്റെ കൊലപാതകം. ഈ കൊല നടക്കുന്നത് സോഡിയാക് കില്ലറുടെ പേരിൽ കൺഫേം ചെയ്യപ്പെടുന്ന ആദ്യത്തെ കൊലയ്ക്കും 3 വർഷം മുമ്പാണ്. ഈ പെൺകുട്ടി പഠിച്ചിരുന്ന ലൈബ്രറി ഡെസ്കിൻ്റെ അടിയിൽ പോലീസിന് മൂർച്ചയുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് കോരിയിട്ട നിലയിൽ ഒരു കവിത കിട്ടിയിരുന്നു. അതിൻ്റെ ടോൺ, ഭാഷ, റൈം ഇതൊക്കെയും തന്നെ പിന്നീട് സോഡിയാക് കില്ലർ പോലീസിന് അയച്ചു കൊടുത്തിട്ടുള്ള കത്തുകളിലേതുമായിട്ട് സാമ്യമുണ്ടായിരുന്നു. പലരും ഇന്നും കരുതുന്നത് അതാണ് സോഡിയാക് കില്ലറുടെ ആദ്യത്തെ ക്രൈം എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിറ്റക്റ്റീവ് ഡേവ് ടോഷിയും "വി നോ ഫോർ ഷുവർ ഹി കിൽഡ് അറ്റ്ലീസ്റ്റ് 6" എന്നൊരു പ്രസ്താവന പുറത്തിറക്കുകയുണ്ടായി. കാർട്ടൂണിസ്റ്റ് റോബർട്ട് ഗ്രേ സ്മിത്ത് സോഡിയാക് എന്നതിൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത് കില്ലറുടെ ബോഡി കൗണ്ട് 49 വരെ ആകാൻ സാധ്യതയുണ്ട് എന്നാണ്. സോഡിയാക് കില്ലറുടെ കൊലപാതകങ്ങൾ നടന്നിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞുവെങ്കിലും ഇതുവരെയും ഏറെക്കുറെ സീരിയസ് ആയിട്ടുള്ളൊരു സസ്പെക്റ്റായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരേ ഒരു വ്യക്തിയുടെ പേരാണ്. അതാണ് ആർതർ ലേ അലൻ എന്ന സ്കൂൾ ടീച്ചർ. അയാൾ ഒരു കൺവിക്റ്റഡ് സെക്സ് ഒഫൻഡർ കൂടിയായിരുന്നു. ഈ റിവർസൈഡ് സിറ്റി കോളേജിൽ ചെറി ജോ ബൈറ്റ്സ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ടൈപ്പ്റൈറ്ററിൽ അച്ചടിച്ചെടുത്ത 2 അനോണിമസ് ലെറ്ററുകളും കുറ്റസമ്മത രൂപേണ എത്തിച്ചേരുന്നുണ്ട്. ആ കത്തുകൾ ടൈപ്പ് ചെയ്തെടുത്ത മെഷീൻ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തത് എലൈറ്റ് അല്ലെങ്കിൽ പൈക്ക ടൈപ്പ് റോയൽ ടൈപ്പ്റൈറ്ററുകളാണ് എന്നാണ്. 1991 അലൻ്റെ വീട്ടിൽ നടന്നൊരു സെർച്ചിൽ പിന്നീട് പോലീസ് ഒരു റോയൽ എലൈറ്റ് ടൈപ്പ്റൈറ്ററും കണ്ടെടുത്തിരുന്നു. എന്നാൽ ഇതേ ടൈപ്പ്റൈറ്ററിൽ നിന്ന് തന്നെയാണ് അനോണിമസ് ബേറ്റ്സ് കൺഫെഷൻ ലെറ്ററുകളും ടൈപ്പ് ചെയ്തെടുത്തത് എന്ന് ഉറപ്പിച്ചു പറയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. 1967 വസന്തകാലത്ത് ചെറി ബേറ്റ്സിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 അനോണിമസ് ലെറ്ററുകൾ കൂടി പോലീസിന് കിട്ടുന്നു. അത് ഓരോന്നും ഡബിൾ പോസ്റ്റേജോടുകൂടിയായിരുന്നു. അങ്ങനെ കത്തുകളിൽ ഡബിൾ പോസ്റ്റേജ് പതിപ്പിക്കുന്ന രീതി പിന്നീട് പോലീസിന് കിട്ടിയ സോഡിയാക് ലെറ്ററുകളിലും കില്ലർ പിന്തുടരുന്നതായിട്ട് കാണാം. ഈ കത്തുകൾ വിശദമായിട്ട് പരിശോധിച്ച ഡോക്യുമെൻ്റ് എക്സാമിനർമാർക്ക് വേറെയും തെളിവുകൾ കിട്ടുന്നുണ്ട്. ഈ 3 ലെറ്ററുകളിൽ 2 ഒരു വിചിത്രമായ സിമ്പൽ അവർ കണ്ടെത്തുന്നുണ്ട്. അതൊന്നുകിൽ വിചിത്രമായൊരു Z അക്ഷരം അല്ലെങ്കിൽ 32 എന്ന അക്കമായിട്ടാണ് സ്പെഷ്യലിസ്റ്റുകൾ വായിച്ചെടുക്കുന്നത്. അന്ന് ഈ അലന് 32 വയസ്സായിരുന്നു പ്രായം എന്നതും ഇയാൾ താമസിച്ചിരുന്നത് വലെഹോയിലെ 32 ഫ്രസ്നോ സ്ട്രീറ്റിലായിരുന്നു എന്നതും ഇതിൻ്റെ സൂചകമാണോ അത് എന്ന സംശയം ബലപ്പെടുത്തി. ചുരുക്കത്തിൽ സോഡിയാക് തന്നെയാണോ ചെറി ബേറ്റ്സിനെ കൊന്നത് എന്ന് ഉറപ്പില്ല എങ്കിലും അലന് റിവർസൈഡ് ഏരിയയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. കൊലപാതകങ്ങളുടെ പേരിൽ സംശയത്തിന് മുൾമുന നീളുന്നതിന് മുമ്പും പിൻപുമുള്ള അലൻ്റെ ജീവിതവും ഏറെ ദുരൂഹമാണ്. സോഡിയാക് കില്ലറിൻ്റെ പേരിലുള്ള സൈഫറുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അലന് സൈഫറുകളിലും കോഡഡ് മെസ്സേജുകളിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. അയാൾക്ക് സോഡിയാക് ബ്രാൻഡിലുള്ള ഒരു റിസ്റ്റ് വാച്ചും ഉണ്ടായിരുന്നതായിട്ട് കുടുംബാംഗങ്ങൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. സോഡിയാക് ബ്രാൻഡിൻ്റെ ലോഗോ കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കും. വട്ടത്തിനുള്ളിലെ കുരിശടയാളം, നമ്മുടെ കൊലപാതകിയുടെ സൈനിങ് സിമ്പൽ. അലൻ്റെ സഹോദരൻ അന്ന് പോലീസിനോട് പറഞ്ഞത് ഈ വാച്ച് അലന് 60കളുടെ തുടക്കത്തിൽ ആരോ സമ്മാനമായി കൊടുത്തതാണ് എന്നാണ്. അലനെതിരെ നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മൊഴി അയാളുടെ ഉറ്റ സുഹൃത്തായിരുന്ന ഡോൺ ചെനിയുടേതാണ്. 1969 പുതുവത്സര ദിനത്തോടടുപ്പിച്ച ഒരു ദിവസം അലൻ തന്നോട് പറഞ്ഞത് എന്ന് ഡോൺ ചെനി പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടാനിടയുണ്ട്. എനിക്ക് ഒരുമിച്ച് കറങ്ങി നടക്കുന്ന യുവതി യുവാക്കളെ കൊല്ലാൻ തോന്നുന്നു. വിശേഷിച്ചൊരു കാരണവും കൂടാതെ തന്നെ ഏറെ റാൻഡമായ രീതിയിൽ വേണം ആ കൊലപാതകങ്ങൾ നടത്താൻ. എന്നിട്ട് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ കത്തുകൾ അയച്ചുവിട്ട് പോലീസിനെ വട്ടം ചുറ്റിക്കണം. എൻ്റെ വാച്ചിൽ കാണുന്ന വട്ടത്തിനുള്ളിലെ ക്രോസ് ആ കത്തുകളിൽ വരച്ചു വെക്കണം. സ്വയം സോഡിയാക് എന്ന് വിളിക്കണം. കൊല്ലാൻ പോകുമ്പോൾ മേക്കപ്പ് ചെയ്ത് ആളെ തിരിച്ചറിയാത്ത വിധത്തിൽ വേണം പോവാൻ. ഇരുട്ടിൽ വെടിയുതിർക്കാൻ സൗകര്യത്തിന് തോക്കിലൊരു ഫ്ലാഷ് ലൈറ്റ് ടേപ്പ് ചെയ്ത് വെക്കണം. സ്ത്രീകളെ പറ്റിച്ച് അവരുടെ കാർ വിജനമായ സ്ഥലങ്ങളിൽ നിർത്തിക്കണം. ചെനി ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ പരാമർശിച്ച ശേഷം 1972 സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അലൻ്റെ പേരിലൊരു സെർച്ച് വാറണ്ട് പുറത്തിറക്കി. എന്നാൽ അന്ന് പോലീസ് നടത്തിയ ഈ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ അലനെതിരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും തടയുന്നില്ല. അലനെ ഈ കുറ്റകൃത്യങ്ങൾ പലതിൻ്റെയും പരിസരത്ത് പ്രതിഷ്ഠിക്കുന്ന നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലേക്ക് ഹെർമൻ റോഡിൽ നിന്ന് മിനിറ്റുകൾ മാത്രം അകലെയാണ് അയാൾ താമസിച്ചിരുന്നത്.
ബ്ലൂ റോക്ക് സ്പ്രിങ്സും അയാൾ വീട്ടിൽ നിന്ന് മിനിറ്റുകളുടെ ഡ്രൈവ് ദൂരത്തിലായിരുന്നു. ലേക്ക് ബെറിയസെ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അയാൾ പതിവായിട്ട് പോകുമായിരുന്നു. 1969 അയാൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്, അറ്റാക്ക് നടന്ന ദിവസം താൻ ബെറിയസ ഏരിയയിലേക്ക് പോകാമെന്ന് കരുതിയിരുന്നു, പക്ഷെ പോയത് കോസ്റ്റ് ഏരിയയിലേക്കായിരുന്നു എന്നാണ്. അന്നേ ദിവസം തൻ്റെ കയ്യിൽ ചോര പുരണ്ട കത്തി ഉണ്ടായിരുന്നുവെന്നും അയാൾ പോലീസിന് മൊഴി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കോഴിയെ കൊന്നതിൻ്റെ ചോരയാണ് എന്നും അയാൾ പറഞ്ഞു. ഇനി അലൻ്റെ കാര്യത്തിൽ ഫിസിക്കലായിട്ടുള്ള ചില കൺസിസ്റ്റൻസികൾ കൂടി പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബെറിയസ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെടുത്ത ഫുട് പ്രിൻറ്റുകൾ 10.5 സൈസിലായിരുന്നു. അലൻ്റെ ഷൂ സൈസും 10.5 ലേക്ക് ഹെർമൻ റോഡിൽ ഉപയോഗിച്ച അതേ ഇനം വെടിയുണ്ടകൾ വലഹോ പോലീസ് നടത്തിയ സെർച്ചിൽ പിന്നീട് അലൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതുപോലെ 1991 നടന്ന മറ്റൊരു പരിശോധനയിൽ ഡിറ്റക്റ്റീവുകൾക്ക് ഏതാണ്ട് 1 അടിയോളം നീളമുള്ള ഉറയുള്ളൊരു കത്തിയും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടിയിരുന്നു. ബെറിയസ സ്റ്റാബിങ്ങിൽ ഉപയോഗിക്കപ്പെട്ട കത്തിയുടെ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു കത്തിയായിരുന്നു അതും. അന്നത്തെ കത്തിക്കുത്തിൽ ജീവനോടെ രക്ഷപ്പെട്ട ബ്രയാൻ ഹാർട്ട്നെൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞത്, കാണാൻ അലനെ പോലുള്ള ഒരാളാണ് തന്നെ ആക്രമിച്ചത് എന്നാണ്. 1992 മൈക്ക് മഗ്യൂ ഒരു തിരിച്ചറിയൽ പരേഡിൽ അലൻ്റെ മഗ്ഷോട്ട് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദാറ്റ്സ് ഹിം, ദാറ്റ് ഈസ് എ മാൻ ഹു ഷോട്ട് മീ എന്ന് പോലീസിന് മൊഴി കൊടുത്തിരുന്നു. ഈ അലനെതിരെ മൊഴി കൊടുത്തിട്ടുള്ള മറ്റൊരു കൂട്ടർ അയാളുടെ അയൽവാസികളായിട്ടുള്ള സീ വാട്ടർ സിബ്ലിങ്സ് ആണ്. ദിസ് ഈസ് ദ സോഡിയാക് സ്പീക്കിംഗ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ നമുക്ക് ഇവരുടെ വിശദമായിട്ടുള്ള മൊഴികൾ കാണാം. പിന്നീട് ക്രൈം സൈറ്റുകളായിട്ട് മാറിയ പലയിടത്തും ഈ കുട്ടികളെ അലൻ ചെറുപ്പത്തിൽ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതുപോലെ 1963 ഇതുപോലെ അലനോടൊപ്പം ഏതോ ഒരു സ്ഥലത്ത് അവർ പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് അലനെ കാണാതായി എന്നും പിന്നീട് അയാൾ തിരികെ വരുന്നത് കയ്യിൽ ചോരക്കറ പോലെ എന്തോ പുരണ്ടുകൊണ്ടാണ് എന്നും ഈ കുട്ടികൾ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം പിന്നീട് ആ ദിവസങ്ങളിൽ ആ പരിസരത്തുള്ളൊരു ബീച്ചിൽ വെച്ച് നടന്ന ഡബിൾ മർഡറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു മൊഴിയാണ്. പിന്നീട് ഈ സിബ്ലിങ്സ് പറയുന്ന മറ്റൊരു കാര്യം, സോഡിയാക് കില്ലറെ പറ്റിയുള്ള വാർത്തകൾ എപ്പോഴൊക്കെ ഇവരുടെ സംസാരത്തിൽ കടന്നു വന്നിരുന്നോ ആ സമയത്തൊക്കെ അലൻ വല്ലാതെ നെർവസ് ആകുമായിരുന്നു എന്നാണ്. എന്തോ വല്ലാതെ ഭയപ്പെട്ടിരുന്നതുപോലെ മുഖഭാവം മാറുമായിരുന്നു എന്നാണ്. ഹണ്ടിങ് ഗെയിംസിൽ തനിക്കുള്ള കമ്പത്തെക്കുറിച്ചും ചെറുപ്പകാലത്ത് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം വായിച്ചിട്ടുള്ളതിനെക്കുറിച്ചുമൊക്കെ അയാൾ തൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. സോഡിയാക് കില്ലറിൻ്റെ പേരിൽ വന്ന ആദ്യത്തെ ലെറ്ററിൻ്റെ തീമിന് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിമുമായിട്ടുണ്ടായിരുന്ന സാമ്യം ഇയാളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി. ഇങ്ങനെ പലതരത്തിലുള്ള തെളിവുകൾ അലനെതിരെ ഉണ്ടായിരുന്നിട്ടും ഇയാൾക്കെതിരെ കൺക്ലൂസീവായിട്ട് ഒരു ഫോറൻസിക് എവിഡൻസും സംഘടിപ്പിക്കാൻ അന്ന് ലോക്കൽ പോലീസിന് സാധിക്കുന്നില്ല. അലൻ്റെ ഹാൻഡ് റൈറ്റിങ്ങോ ഫിംഗർ പ്രിൻറ്റോ പിന്നീട് അവൈലബിൾ ആയിട്ടുള്ള DNA എവിഡൻസോ ഒന്നും തന്നെ അലനെ ക്രൈം സീനിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നതായിരുന്നില്ല. അയാൾക്കെതിരെ ഉപയോഗിക്കാൻ പോകുന്നത്ര കൃത്യമായിട്ടുള്ള ബാലിസ്റ്റിക് അല്ലെങ്കിൽ ബയോളജിക്കൽ എവിഡൻസ് പോലും പോലീസിന് കിട്ടിയിട്ടില്ല. ബെറിയസ സീനിൽ നിന്ന് മാച്ച് ചെയ്ത ഷൂ പ്രിൻറ്റുകൾ ഒരു വിങ് വോക്കർ സ്റ്റൈൽ ഷൂസിലേക്ക് പോലീസിനെ എത്തിക്കുന്നു. ഈ ഷൂസ് സാധാരണ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ അലന് അങ്ങനെ ഒരു സർവീസ് ഹിസ്റ്ററി ഇല്ല. ചുരുക്കത്തിൽ അലന് തോക്കുപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ട് എന്ന് തെളിയിക്കാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. അതുപോലെ അന്ന് സോഡിയാക് ബ്രാൻഡിലുള്ള വാച്ച് അമേരിക്കയിൽ വളരെ പ്രസിദ്ധമായിരുന്നു. യുവാക്കളിൽ പലർക്കും അന്നത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാച്ചിൻ്റെ ഉടമയായിരുന്നു അലൻ എന്നത് ഒരിക്കലും ഈ കുറ്റകൃത്യങ്ങൾ അവൻ ചെയ്തു എന്നതിനുള്ള തെളിവല്ല. സോഡിയാക് കില്ലറിൻ്റെ ലെറ്ററുകളിൽ കണ്ട പല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും വാചക ശൈലിയുമൊക്കെ അലൻ്റെ എഴുത്തിലും കണ്ടിട്ടുണ്ട് എങ്കിലും അതും ആ കുറ്റകൃത്യം ചെയ്തത് അയാളാണ് എന്നതിനുള്ള തെളിവായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. സോഡിയാക് കില്ലർ ആണോ എന്ന് പലരും സംശയിച്ചിട്ടുള്ള മറ്റൊരാൾ റിച്ചാർഡ് ഗൈക്കോവ്സ്കിയാണ്. zodiackiller.com എന്ന വെബ്സൈറ്റ് നടത്തുന്ന ടോം വോയ്റ്റ് ഇയാളുടെ പേരാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. 1936 സൗത്ത് ഡെക്കോട്ടയിലെ വാട്ടർ ടൗണിൽ ജനിച്ച ഗൈക്കോവ്സ്കി 60കളുടെ തുടക്കത്തിൽ ബേ ഏരിയയിൽ വന്ന് സെറ്റിലായിട്ടുള്ള ഒരാളാണ്. ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അയാൾ അവിടെ ഒരു മെഡിക്കായിരുന്നു. ഈ ആർമി മെഡിക്കുകൾക്ക് ധരിച്ചിരുന്ന വസ്ത്രം ചീന്തി മുറിവ് കെട്ടാനുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട് അമേരിക്കയിൽ. ആദ്യം അണ്ടർ ഷർട്ട്, പിന്നെ ഷർട്ട്, പിന്നെ പാൻറ് എന്നിങ്ങനെ എന്തും അവർ മുറിവ് കെട്ടാൻ വേണ്ടി നിഷ്പ്രയാസം ചീന്തിയെടുക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ടാക്സി ഡ്രൈവർ പോൾ സ്റ്റേൻ്റെ ശരീരത്തിൽ നിന്ന് കുപ്പായം ചീന്തിയെടുത്ത രീതി ഗൈക്കോവ്സ്കിയെ സസ്പെക്റ്റ് ആക്കാനുള്ള ഒരു പ്രധാന കാരണമായിരുന്നു. ആർമി കരിയറിന് ശേഷം അയാൾ വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ്. 1969 ഗൈക്കോവ്സ്കി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മടങ്ങി വന്ന് അന്നത്തെ അറിയപ്പെടുന്ന കൗണ്ടർ കൾച്ചർ ന്യൂസ് പേപ്പറായിരുന്ന ഗുഡ് ടൈംസിൽ ജോലി ചെയ്യുന്നു. ഈ ഗുഡ് ടൈംസ് പത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഷെഡ്യൂളും സോഡിയാക് കില്ലറിൻ്റെ മെയിലിംഗ് ഹാബിറ്റ്സും തമ്മിലും അന്ന് ഇൻവെസ്റ്റിഗേറ്റർമാർ കാര്യമായിട്ടുള്ള സാമ്യം കണ്ടെത്തിയിരുന്നു. ഉദാഹരണത്തിന് ഗുഡ് ടൈംസ് പുറത്തു വന്നിരുന്നത് ബുധനാഴ്ചകളിലായിരുന്നു. അന്നേ ദിവസം ഒരിക്കൽ പോലും സോഡിയാക് കില്ലർ തൻ്റെ ഒരു കത്തും പോസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ സോഡിയാക് കില്ലറിൻ്റെ ആദ്യത്തെ 3 കത്തുകൾ മെയിൽ ചെയ്യപ്പെട്ട ദിവസം തന്നെ ഗുഡ് ടൈംസ് 3 പാനലുകളായിട്ട് വിഭജിക്കപ്പെട്ട ഡിസൈനിൽ അവരുടെ കവർ ഇറക്കി. ഈ പത്രത്തിൻ്റെയും സോഡിയാക് കില്ലറിൻ്റെയും ടൈമിങ്ങും സിംബോളിസവും കാര്യമായ സാമ്യങ്ങൾ പേറുന്നവയായിരുന്നു എന്നത് പോലീസിനെ സംശയത്തിലാഴ്ത്തി. അതുപോലെ ഗൈക്കോവ്സ്കി അയാളുടെ ലാസ്റ്റ് നെയിം ചുരുക്കി എഴുതിയിരുന്നത്
ഗൈക്കെന്നോ അല്ലെങ്കിൽ ഗെയ്ക്കെന്നോ ഒക്കെ ആയിരുന്നു. 69 ജൂലൈ 31 പുറത്തിറങ്ങിയ സോഡിയാക് കില്ലറിൻ്റെ സൈഫറിൽ ഫൊനറ്റിക്കലി വായിക്കുമ്പോൾ ഗൈക്ക് എന്ന സീക്വൻസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പോൾ സ്റ്റൈൻ്റെ കൊലപാതകവുമായിട്ടും പല സാക്ഷിമൊഴികളും കൊണ്ട് ഗൈക്കോവ്സ്കി കണക്റ്റഡ് ആവുന്നുണ്ട്. സ്റ്റൈൻ്റെ സഹോദരി കരോൾ പോലീസിന് കൊടുത്തൊരു മൊഴിയിൽ പറഞ്ഞത് ഈ ഗൈക്കോവ്സ്കിയെ താൻ തൻ്റെ സഹോദരൻ്റെ ശവമടക്ക ചടങ്ങിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ്. അതുപോലെ ബ്ലൂ റോക്ക് സ്പ്രിംഗ് പാർക്ക് കേസിലെ കൊലയാളിയുടെ ഫോൺ എടുക്കുന്ന പോലീസ് ഡിസ്പാച്ചറായിട്ടുള്ള നാൻസി സ്ലോവർ പിന്നീട് ഗൈക്കോവ്സ്കിയുടെ ശബ്ദം തന്നെ ആയിരുന്നു ഫോണിൽ താൻ അന്ന് കേട്ടത് എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തെളിവുകൾ കാരണം സംശയത്തിൻ്റെ മുന ഗൈക്കോവ്സ്കിക്ക് നേരെയും നീളുന്നുണ്ട് എങ്കിലും അയാൾ തന്നെയാണ് സോഡിയാക് കില്ലർ എന്ന് തെളിയിക്കാനുള്ള തികച്ചും കൺക്ലൂസീവായിട്ടുള്ള ഒരു തെളിവും ഇതുവരെ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് സാൻ ഫ്രാൻസിസ്കോ പോലീസ് സോഡിയാക് കില്ലർ കേസിൽ ചുരുങ്ങിയത് 2000 പേരെയെങ്കിലും സസ്പെക്ട്സ് ലിസ്റ്റിൽപ്പെടുത്തി ചോദ്യം ചെയ്തു കാണും. ആ കൂട്ടത്തിൽ മേൽപ്പറഞ്ഞ 2 പേർക്ക് പുറമെയും നിരവധി പേരുകൾ പല കാരണങ്ങളും കൊണ്ട് സാധ്യതാ ലിസ്റ്റിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. റിച്ചാർഡ് റിക് മാർഷൽ, ലോറൻസ് കെയ്ൻ, റോസ് സള്ളിവൻ, ഏൾ വാൻ ബെസ് ജൂനിയർ എന്നിങ്ങനെ പലതും ഈ കൂട്ടത്തിലുള്ള പേരുകളാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ അന്നോളമുള്ള ജീവിത പരിസരങ്ങൾ, അതുമല്ലെങ്കിൽ സോഡിയാക് കില്ലറിൻ്റെ കോമ്പസിറ്റ് സ്കെച്ചുമായിട്ട് അവർക്കുണ്ടായിരുന്ന രൂപസാദൃശ്യം, ഇങ്ങനെ പലതുമായിരുന്നു ഈ സംശയത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. ചിലർ ഈ ക്രൈം സീനുകൾക്ക് അടുത്തായിട്ട് താമസിച്ചിട്ടുള്ളവരാണ്. ചിലർക്ക് സോഡിയാക് കില്ലറെ പോലെ കോഡ് ഭാഷയിൽ കമ്പമുണ്ട്, ചിലർക്ക് ആയുധങ്ങളിൽ കമ്പമുണ്ട്. അങ്ങനെ സംശയങ്ങൾ പലരുടെ പേർക്കും പോലീസിന് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കൃത്യമായ തെളിവുകൾ നിരത്തി അക്കൂട്ടത്തിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്താനോ അല്ലെങ്കിൽ ഇന്നയാളാണ് സോഡിയാക് കില്ലർ എന്ന് സംശയരഹിതമായിട്ട് പറയാനോ ഒന്നും പോലീസിന് ഒരു കാലത്തും സാധിച്ചിട്ടില്ല. റോബർട്ട് ഗ്രേ സ്മിത്ത് തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സോഡിയാക് എന്ന പുസ്തകത്തിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: After Jack the Ripper and before the son of Sam, there is only one name their equal in terror, the deadly, elusive and mysterious Zodiac. അതായത് ജാക്ക് ദ റിപ്പറിന് ശേഷം സൺ ഓഫ് സാമിന് മുമ്പായി അവർക്കൊപ്പം ഭീതി പടർത്തിയ ഇന്നും നിഗൂഢമായി തുടരുന്ന മറ്റൊരു പേര് സീരിയൽ കില്ലർമാരുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ അത് സോഡിയാക് കില്ലറുടേത് മാത്രമാണ് എന്ന്. സോഡിയാക് കില്ലർ എന്ന വ്യക്തിക്ക് പല മുഖങ്ങളുണ്ടായിരുന്നു. അയാൾ ഒരേ സമയം ഒരു ക്രിപ്റ്റോഗ്രാഫറും ആയുധങ്ങളുടെ സ്പെഷ്യലിസ്റ്റും കെമിസ്റ്റും കവിയും ബോംബ് മേക്കറും ഒക്കെ ആയിരുന്നു. തനിക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ മരണത്തെക്കുറിച്ച് അയാൾ സംസാരിച്ചു, പ്രവർത്തിച്ചു. കയറും കത്തിയും തോക്കുമെല്ലാം അനായാസം പ്രയോഗിച്ചുകൊണ്ട് അയാൾ പ്രാണൻ കവർന്നുകൊണ്ടിരുന്നു. ശേഷം ഏറെ സങ്കീർണമായ കോഡ് മെസ്സേജുകൾ അയച്ചുവിട്ട് നമ്മളെ പരിഹസിക്കാനും അയാൾ ശ്രമിച്ചു. വർഷങ്ങൾക്കിപ്പുറം അമേരിക്കൻ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു പേരാണ് സോഡിയാക് കില്ലറുടേത്. അയാളുടെ കോഡുകളെല്ലാം സോൾവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇയാൾ അയച്ച കത്തുകൾ എത്രയോ വട്ടം പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടും കഴിഞ്ഞു. പോലീസിന്റെ സാധ്യതാ ലിസ്റ്റിൽ പലരും കയറിയിറങ്ങി പോയി കഴിഞ്ഞിട്ടും ഇന്നുവരെയും അയാൾക്ക് കിട്ടിയിട്ടില്ലാത്തത് കൃത്യമായ ഒരു മുഖം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കും വരെയും ഇനി അങ്ങോട്ടും സോഡിയാക് കില്ലർ എന്ന പേര് അത്രമേൽ നിഗൂഢമായി തന്നെ തുടർന്നു പോകും. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.